മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഖുതൂബുകൾ എന്നതാണ് അവരുടെ ലൈഫ്. ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും ലൈഫിൽ. കാരണം ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ അതെന്താ? ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ. ഇവിടെയാണെങ്കിലും ഇതിനപ്പുറത്താണെങ്കിലും ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതായത് ദൈനംദിന പ്രശ്നങ്ങൾ, വിശ്വാസപരമായ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, അവനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. മനുഷ്യന് അള്ളാഹു അഖല് നൽകിയിട്ടുണ്ട്. അഖലില്ലെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. അഖൽ എന്നൊരു സാധനം അള്ളാഹു കൊടുത്തത് കൊണ്ട് ഖുതൂബുകളായിരിക്കും മനുഷ്യനെ ബാധിക്കുക. പ്രശ്നങ്ങൾ നല്ല ഇന്റലിജന്റ് ആയിരിക്കണം, വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തരുന്ന ഒരാൾ മീഡിയേറ്ററായി വേണം. അതാണല്ലോ റസൂൽ. അതേത് കാലത്തും റസൂൽ ഉണ്ടാകണം. ഏത് കാലത്തും. എന്തുകൊണ്ട്? മനുഷ്യൻ ഏത് കാലത്തും ഉണ്ടല്ലോ. മീഡിയേറ്റർ വേണമല്ലോ. പിന്നെ പ്രശ്നം പരിഹരിക്കേണ്ട ആൾ അല്ലാഹുവാണ്. അവനെ ആരോട്ട് കണ്ടിട്ടുമില്ല. അവനിലേക്ക് എത്താൻ ഒരാൾക്കോട്ട് കഴിയൂയില്ല. പ്രശ്നങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ മനുഷ്യന്റെ അക്കല് എടുത്തു കളയണം. അക്കല് എടുത്തു കളഞ്ഞാൽ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. നാവുമ്മൽ ദൗക്ക് എന്നൊരു സാധനം വെച്ചത് കൊണ്ടാണ് നമുക്ക് സോഫ്റ്റ് പത്തിരി വേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ പാറക്കല്ലും തിന്നാം. നാവുമ്മൽ ദൗക്ക്, രുചി, രുചിയാസ്വാദനം എന്നൊരു സംഗതി എവിടെ കിടക്കുന്നുണ്ട്? നാവുമ്മൽ. അതുകൊണ്ട് സോഫ്റ്റ് പത്തിരി കിട്ടണം. പത്തിരിക്ക് കട്ടി കൂടിയാൽ കഴിക്കൂല. എന്തുകൊണ്ട്? സോഫ്റ്റ് എന്നായി കിട്ടണം. പത്തിരി മാത്രം പോരാ, അപ്പുറത്തെ പ്ലേറ്റിൽ പുട്ട് വേണം, വേറെ രുചിയും കൂടി ആസ്വദിക്കണം. അപ്പുറത്തും പോരാ, പിന്നെ ഇഡ്ഡലി വേറെ വേണം. ദൗക്കുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ എന്താ പ്രശ്നം? സാധനം ഇതൊക്കെ ഒന്നും തന്നെയല്ലേ. ദൗക്കിലല്ലേ വ്യത്യാസം വന്നുള്ളൂ. ഇഡ്ഡലി എന്താണ്? അരി. വെള്ളപ്പം എന്താണ്? അരി. പുട്ട് എന്താണ്? പുട്ടെന്താണ്? അരി. ദോശ എന്താണ്? ദോശ എന്താണ്? അരി. പുട്ടെന്താണ്? അരി. വെള്ളപ്പം എന്താണ്? അരി. കഞ്ഞി എന്താണ്? അരി. ചോറെന്താണ്? അരി. ഉണ്ണിയപ്പം എന്താണ്? അരി. നെയ്യപ്പം എന്താണ്? അരി. ഒക്കെ ഒന്നല്ലേ. പിന്നെന്തിന് വൈഭിന്യമായത്? ദൗക്ക് എന്നൊരു സാധനം ഉണ്ടായത് കൊണ്ട് വൈഭിന്യതയെ ആസ്വദിക്കും. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മനുഷ്യന് അഖല് എന്നൊരു സാധനം ഉള്ളത് കൊണ്ട് ഖുതൂബുകളെ അഭിമുഖീകരിക്കുമ്പോൾ അവന് പ്രശ്നങ്ങൾ ഉണ്ടാവും. പല ലൈഫ് മൊത്തം പ്രശ്നം ഉണ്ടാവും. അഖല് ഉള്ളതിനനുസരിച്ച് പ്രശ്നം ഉണ്ടാവും. അത് ജനിച്ച അന്ന് പ്രശ്നമുണ്ട്. പാല് കിട്ടിയില്ല, അപ്പൊ കുട്ടി കരഞ്ഞ്. കുട്ടി ദേഷ്യപ്പെട്ടു പാല് കുടിക്കാൻ കൊടുക്കാത്തതിന്. മരിക്കണമെന്ന് വല്യാപ്പയും കരഞ്ഞ്. എന്തിന്? എന്നെ ഇന്നലത്തെ ബെഡ്ഷീറ്റിലാണ് ഇന്നും കടത്തിയത്. എന്തുകൊണ്ട്? ഇന്നലത്തെ ബെഡ്ഷീറ്റും ഇന്നത്തെ ബെഡ്ഷീറ്റും തിരിച്ചറിയാൻ കഴിയാത്ത വല്യാപ്പ കരയില്ല. വല്യാപ്പക്ക് ഷുഊർ എന്നൊരു സംഗതിയുണ്ട്. ഷുഊറുള്ള കാലത്ത് ഖുതുബുകൾ ഉണ്ടാവും. ഈ ഖുതുബുകൾ പരിഹരിച്ചതിന്റെ ആളാരാ? പ്രശ്നങ്ങൾ പരിഹരിച്ചതിന്റെ ആളാരാ? അല്ലാഹു. അല്ലാഹുവിനെ ലാ തുദ്രിക്കുൽ അബ്സാർ. അവനിലേക്ക് എത്താൻ അവരാക്കോട്ട് കഴിയൂല. അപ്പൊ ആരെ ആവശ്യം വരും? മീഡിയേറ്ററെ. പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് റസൂലിന് ആവശ്യമായി വരിക. അല്ലെങ്കിൽ റസൂലിന് ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഇസ്രായേലി ജനങ്ങൾക്ക് മുഴുവനും മലമുകളിൽ പോയിട്ട് അവരവർക്ക് വേണ്ട കിതാബുകൾ ഞാൻ അവിടെ ഇറക്കിയൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് നോക്കി പഠിച്ച് നന്നായിക്കോളി എന്ന് അള്ളാഹു തആല പറയാലോ. ഇതൊരു റസൂലിന് അയച്ചു കൊടുത്തിട്ട് ആ റസൂൽ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്.
കിതാബ് ജനങ്ങളിൽ എത്തിക്കൽ മാത്രമാണ് എങ്കിൽ അത് പാറപ്പുറത്ത് ഇറക്കിക്കാനും അള്ളാഹു തആല കഴിയില്ലേ? പാറപ്പുറത്ത് ഇറക്കി കൊടുത്താലേ ഈ തൗറാത്ത്, ഈ ഇഞ്ചീലും സബൂറും ഫുർഖാൻ അലീം ഒക്കെ നിങ്ങൾ ചിന്തിക്ക്. ഒരു കോപ്പി മാത്രമാക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗനിയല്ലേ, എല്ലാവർക്കും ഓരോ കോപ്പി. അപ്പൊ അതല്ലേ അവരെ ശിക്ഷിക്കാൻ ഒന്നും കൂടി നല്ലത്. ഒരു 16 ലക്ഷം ഇസ്രായേലിയർക്ക് ഞാൻ 10,000 തൗറാത്ത് ഇറക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതല്ലേ നല്ലത്? അതിന് അല്ലാഹു ഗനിയാണല്ലോ. ഒക്കെ ഇറക്കി കൊടുക്കാൻ അല്ലാഹു തആലക്ക് കഴിയില്ലാന്നുണ്ടോ? കഴിയില്ലാന്ന് പറഞ്ഞാൽ കാഫിറായില്ലേ? പിന്നെന്തിനാ ഇവിടെ ഒരു മീഡിയേറ്റർ? എന്നാൽ കിതാബ് കൊടുക്കാനല്ല, കിതാബ് പല വിധത്തിലും കൊടുക്കാൻ അള്ളാഹുക്ക് കഴിയും. ഈ കിതാബിനെ അഭിമുഖീകരിക്കുമ്പോഴത്തേന് മനുഷ്യന് പ്രശ്നം ഉണ്ടാവും. അതായത് മനുഷ്യന്റെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് പുറമെ മനുഷ്യൻ കിതാബിനെ അഭിമുഖീകരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഈ ദൈനംദിന പ്രശ്നങ്ങളെല്ലാം അത് കിതാബിന്റെ പ്രശ്നമാണെങ്കിലും അല്ലാത്ത കിതാബിന്റെ ഒക്കെ ഔട്ടർ ലൈഫിൽ ഉണ്ടാവുന്ന മറ്റ് പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം ഇവിടെ ഒരാൾ പരിഹരിച്ചു കൊടുക്കണം. അയാളാണ് ആര്? റസൂല്. റസൂല് റസൂല് മനസ്സിലാക്കണം. റസൂൽ അയാളാണ് മധ്യവർത്തി, ദൂതൻ. മധ്യവർത്തി എന്ന് പറഞ്ഞാല് എന്താണ്? ദൂതൻ. അയാൾ അവിടെ നിന്നുള്ളത് ഇവിടെ എത്തിക്കും, ഇവിടെ നിന്നുള്ളത് അവിടെ എത്തിക്കും. അവിടെ നിന്നുള്ളത് ഇവിടെ എത്തിക്കാൻ മാത്രമാണ് എങ്കിൽ അല്ലാഹു തആലക്ക് റേഡിയോ മതി. റസൂലിന് ആവശ്യം ഉണ്ടാവില്ല. ഓരോ ജനതക്കും അല്ലാഹു തആലക്ക് ഒരു റേഡിയോ കൊടുത്തു. അവർക്ക് വേണ്ട സന്ദേശങ്ങൾ റേഡിയോ വഴി കിട്ടും. റേഡിയോ മാർക്കോണി ഉണ്ടാവുന്നതിന് മുമ്പ് അള്ളാഹ്ക്ക് റേഡിയോ ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടോ? റേഡിയോ ഒന്നും അല്ലാഹു തആലക്ക് അന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിന് പിന്നെ മാർക്കോണി വന്നിട്ടല്ലേ റേഡിയോ കണ്ടുപിടിച്ച്. അങ്ങനെ ഉണ്ടോ? അവിടെ ഉള്ളത് ഇവിടെ എത്തിക്കാനാണ് റേഡിയോ, ടെലിവിഷൻ. ഇവിടെ നിന്നുള്ളത് അവിടേക്ക് എത്തിക്കൂല. അപ്പോൾ റസൂലിന് ആവശ്യം വന്നു. എന്താ റസൂൽ? അവിടെ നിന്നുള്ളത് ഇവിടെ എത്തിക്കും, ഇവിടെ നിന്നുള്ളത് അവിടെ എത്തിക്കും. ഇതല്ലേ റസൂൽ? ഇതാണോ റസൂൽ? പറയും ഇതല്ലേ റസൂൽ? പറയും അതല്ലേ റസൂൽ? അപ്പോൾ അവസാനത്തെ ആൾക്കും റസൂൽ വേണ്ടി വരൂലേ? ജീവനില്ലാത്തൊരു കിതാബ് കൊണ്ട് കാര്യമില്ലല്ലോ. റസൂൽ വേണ്ടേ? റസൂലിനല്ലേ ഫസ്റ്റ് പ്രയോറിറ്റി, കിതാബിനല്ലല്ലോ. റബ്ബനാ വബഅത്ത് ഫീഹിം റസൂലൻ. ഈ റസൂലിന്റെ പ്രത്യേകത, ഈ റസൂലിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. മറ്റുള്ളവർക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എന്താണ്? മജീഉ റസൂലി ഫി ആഖിരി സമാൻ ഇദാ ജാഅ ഓർക്ക് എക്സ്പയർ ആയി. വഇദ് അഖദ അല്ലാഹു മീസാഖൻ നബിയ്യിന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ എഴുതണം, എന്നാലേ ഈ നിങ്ങൾക്ക് മനസ്സിലാവും. وإذا أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول لتؤمنن به. അപ്പോൾ നിങ്ങൾ മുഹാജിറാകണം. ഈമാൻ എന്നാൽ ഹജറാണ്. വല തൻസുറുന്നഹു, നിങ്ങൾ അൻസാരിയുമാകണം. ലതുഅ്മിനുന്ന ബിഹി, നിങ്ങൾ മുഹാജിറാകണം. വല തൻസുറുന്നഹു, അൻസാരിയാകണം. ഇദാ ജാഅ. അപ്പോൾ എക്സ്പയറി ഡേറ്റ് ആയി. ആർക്ക്? സകല എൻ്റെ അന്തല്ലാത്തവരെ ഞങ്ങളാണല്ലോ എൻ്റെ മുന്നേ കിട്ടിയത്. ആർക്ക്? സകല മുർസലുകൾക്കും എക്സ്പയറി ഡേറ്റ് ആയി. ആര് വന്നാൽ? റസൂൽ വന്നാൽ. ആ റസൂലുൻ റസൂലൻ എന്ന റസൂൽ വന്നാൽ, ഞാൻ പറഞ്ഞ ഖുർആനിൽ ആകെ ഒരു റസൂലേ ഉള്ളൂ, മറ്റുള്ളത് റസൂലുൽ ഖൗമാണ്. റസൂലൊന്നേ ഉള്ളൂ, മറ്റേ റസൂലുൽ ഖൗമാണ്. കലക്ടറും ബിൽ കലക്ടറും തമ്മിൽ വ്യത്യാസമുണ്ട്. ബിൽ കലക്ടർ എന്ന് പറഞ്ഞാൽ 4 അക്ഷരം കൂടി കൂടും. പക്ഷേ മറ്റേത് റസൂലല്ല. റസൂൽ ഒന്നേ ഉള്ളൂ, മറ്റേതൊക്കെ റസൂലുൽ ഖൗമാണ്. റസൂലിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവില്ല. ഈ
റസൂലുൽ ഖൗമിന് മുഴുവനും ഈ റസൂലിന്റെ അഷിആത്ത് പ്രഭകൾ അടിച്ചതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് റസൂലാകാൻ കഴിഞ്ഞത്. ചായപ്പൊടിയും ചായയും വ്യത്യാസമുണ്ട്. ചായയെ കണ്ടതുകൊണ്ട് ചുടുവെള്ളത്തിന് മാറിയ കളറിന്റെ പേരാണ് ചായ. പക്ഷെ ചായപ്പൊടി അതല്ല. ചായപ്പൊടി മിനായിന്നു ചായപ്പൊടി ലയസാലു ചായപ്പൊടി. മനസ്സിലായില്ല? ചായയും ചായപ്പൊടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചായപ്പൊടിയെ കണ്ടു എന്നതാണ് ചുടുവെള്ളത്തിനപ്പോൾ വന്ന ഭാവഭേദത്തിനാണ് ചായ എന്ന് പറയും. നല്ല ഭംഗിയുള്ള വർത്താനാണ് എന്ത് ചായ, നല്ല സുഖം. പക്ഷെ ചായപ്പൊടി ഒരു തേക്കയിതുണ്ടായില്ലേ. പക്ഷെ മൂപ്പരാണ് ആള്. അയാളെ കണ്ടത് കൊണ്ടാണ് ഇയാളെ കളർ മാറിയത്. ഇയാൾക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ആർക്ക്? ചൂടുവെള്ളത്തിന്. ഇയാൾ പണ്ട് എവിടെ ഉണ്ടായിരുന്നു? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ആള് സിറാജ് മുനീറാണ്. എല്ലാവർക്കും 100 കൊടുത്ത ആളാണ്. പണ്ടുള്ളവർക്ക് 100 അള്ളാഹ് കൊടുത്തു, പിന്നുള്ളവർക്ക് 100 ഇയാൾ കൊടുക്കും. അങ്ങനെയല്ലല്ലോ. മുനീറാണ്. എന്നും 100 കൊടുത്തത് ഇയാൾ തന്നെയാണ്. മനസ്സിലായില്ലേ? തല കൊടുത്ത് ചിന്തിക്കുക. അപ്പൊ മറ്റുള്ളവർക്ക് എക്സ്പയറി ഡേറ്റ് കഴിയും. ചായപ്പൊടി നമ്മൾ അനക്കാതെ കുറേ നേരം അങ്ങനെ വെച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കളറ് താഴേക്ക് വീഴും. ആ കളറ് ആ കളറല്ല, ഒരു പൊടിയുടെ അംശം ഉണ്ടായില്ല. ആ ഡസ്റ്റിന്റെ നേരിയ അംശമാണ് ആ കളറായി കാണുന്നത്. ആ ഡസ്റ്റ് താഴേക്ക് വീണ് പിന്നെ ഇത് ഒറ്റക്ക് നിൽക്കും. എന്തായിട്ട്? ചൂടുവെള്ളത്തിന്റെ ആ വെള്ളം മാത്രമായിരിക്കും. കൊഴിഞ്ഞാടും. സമയം കഴിഞ്ഞാൽ കൊഴിഞ്ഞാടും. ചായപ്പൊടി കൊഴിഞ്ഞാടൂല. ചായപ്പൊടി ഒന്നും ചായപ്പൊടി തന്നെ എടുക്കും. ചിന്തിക്ക്. അപ്പൊ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഒരാളുണ്ട്. അതാരാ? റസൂലുൻ റബ്ബനാ വബഅത്ത് ഫീഹിം റസൂൽ. അതാണ് റസൂല്. അയാൾക്ക് അമരത്വം ഉണ്ടാകണം. അയാൾ മരിക്കാൻ പാടില്ല. അയാൾ മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? മീഡിയേറ്റർ ഇല്ലാതെ വരും. 2 സാധനല്ലേ കിതാബും റസൂലും. കിതാബുണ്ടല്ലോ, എവിടുന്ന് അടജി വരുന്നത് ചങ്ങായി? കിതാബ് എങ്ങനെയാണ് ചങ്ങായി റസൂലിന് പകരാക്കുക? 2 രണ്ടായിട്ടല്ലേ ഖുർആൻ പറഞ്ഞത്? റബ്ബനാ വബഅത്ത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക. 2 രണ്ടല്ലേ? പിൽക്കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് കിതാബ് കൊണ്ട് മതിയാക്കിയെങ്കിൽ പിൽക്കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് കിതാബ് കൊണ്ട് മതിയാക്കിയെങ്കിൽ അവർക്ക് ദീൻ കുറവല്ലേ? അവർക്ക് റസൂൽ വേണ്ടേ? ഇവിടെയാണ് പ്രശ്നം. പണ്ടത്തെ സുന്നികൾ മുസ്ലിങ്ങളായിരുന്നു. കാരണം അവർക്ക് റസൂൽ മരിക്കാത്ത റസൂൽ ഉണ്ടായിരുന്നു. പുതിയ മുസ്ലിങ്ങൾക്ക് റസൂൽ മരിച്ചു. റസൂൽ മരിക്കാൻ പാടില്ല. റസൂൽ മരിച്ചാൽ മുസ്ലിങ്ങൾക്ക് കമ്മി വരും. റസൂൽ മരിക്കാനേ പാടില്ല. അവസാനത്തെ ആൾക്ക് റസൂൽ വേണം. റസൂലിന്റെ ഉത്തരവാദിത്തം എന്താ? അയാൾക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറയാൻ എത്തിക്കണം. മീഡിയേറ്റർ അല്ലേ? പ്രളയം ഉണ്ടായാലോ? പ്രളയം ഉണ്ടാവും. അത് നൂഹ് പരിഹാരമാണ്. നൂഹ് റസൂലാണ്. ലോകാവസാനം വരെ പ്രളയം ഉണ്ടായാലും റസൂൽ പരിഹാരമായിരിക്കണം. കാരണം ഇവർക്കില്ലാത്തതിരിക്കൂല്ല ബസാർ. ഇവർക്ക് പരിഹാരമില്ല. അപ്പൊ പരിഹാരം അവിടെ ഉണ്ടാവണം. അതാ റസൂൽ. കടൽ കടക്കണം. അപ്പോൾ ഇസ്രായേലിയർക്ക് പരിഹാരമുണ്ട്. തൗറാത്തല്ല. ആര്? റസൂലുണ്ട്. പലജാതി പ്രയാസങ്ങൾ വന്നു. ആ പ്രയാസത്തിനവർക്ക് പ്രശ്നമില്ല. അവർക്ക് ആരുണ്ട്? റസൂലുണ്ട്. സലമയുടെ കണ്ണ് വീണുപോയി. സലമത്തുൽ സലമയുടെ കയ്യറ്റ് വീണുപോയി. ഖതാദയുടെ കണ്ണ് വീണുപോയി. അപ്പോൾ ഖതാദ എന്ത് പറഞ്ഞു? കണ്ണ് വീണുപോയി ഖതാദയുടെ യുദ്ധക്കളത്തിൽ. അപ്പോൾ കണ്ണ് പറിച്ചിടാൻ നോക്കുകയാണ്. ആ തൂങ്ങിക്കിടക്കുന്ന കണ്ണ് പറിച്ചൊഴിവാക്കാൻ നോക്കിയപ്പോൾ ഇല്ല, തൊട്ടു പോകരുത്. റസൂലിൻ്റെ അടുത്ത് എത്തിക്കി. എന്തേ അവർക്ക് കൂടിയപ്പോൾ നമ്മളെപ്പോലത്തെ ആധുനിക സുന്നികളും വഹാബികളും ഒക്കെ ആണെങ്കിൽ എന്താ നമ്മൾ പറയാം? റസൂൽ ഇപ്പോൾ അവിടെ കുറച്ച് നേരം വിശ്രമിക്കാണ്. ഒരു ലേശം ഒരു ഒഴിവ് കിട്ടിയാൽ ഒന്ന് ചാഞ്ഞ് കിടക്കുക. ഞാൻ അവിടെയും പോയി ശല്യം ഉണ്ടാക്കണം. എന്തിനാ? ഇനിയിപ്പോൾ ഇത് റസൂലിന് കിട്ടിയിട്ട് എന്താ കാര്യം? റസൂൽ ഇപ്പോൾ ആ കണ്ണൊക്കെ നോക്കിയാണ് ബേജാറാകുന്നല്ലാതെ എനിക്ക് വേറെ വല്ല പണിയില്ലേ? ഈ റസൂലിനെ ബുദ്ധിമുട്ടാക്കാൻ
അതിന് അങ്ങനെ ഒരു സ്വഹാബി ചോദിച്ചില്ല. എന്തുകൊണ്ട് സ്വഹാബിയിൽ ഒരു വഹാബിയില്ല? സുഹാബിയിലെ വഹാബിയുള്ളൂ, സ്വഹാബിയിലില്ല. കൊണ്ടേ കൊടുത്തു. അപ്പോൾ നബി എന്ത് പറഞ്ഞു? ഇൻസബർത ഫഹുവ ഖൈറുൽ ലക, ഒരു കണ്ണ് അല്ലാഹു കൊടുത്താളാ, അതാണ് നിനക്ക് നല്ലത്. അപ്പോൾ പറഞ്ഞു നബിയെ ലാ തസ്ബിറു സൗജതി ഔ കമാ ഖാൽ, പെണ്ണുങ്ങൾ ക്ഷമിക്കൂല, ഓള് ചോർക്കുള്ള പെണ്ണാണ്, മരിച്ചൊക്കെ പ്രശ്നമില്ല. ഞാനീ കണ്ണും പോയാണ്ട് ഒരു കണ്ണൊട്ടനായി ചെന്നാ ഓൾക്കത് ഇഷ്ടപ്പെടില്ല. പിന്നെ ഒരു കണ്ണൊട്ടനാണല്ലോ എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഓളെ ചങ്ങാഴ്ചകൾ കളിയാക്കും, അപ്പോൾ ഓൾക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മരിച്ചുപോയാൽ എനിക്ക് വിഷയമല്ല, പക്ഷേ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കണ്ണ് വേണ്ടി വരുന്നതാണ്. നന്നായി കൊടയാറും കണ്ണായി കണ്ണുന്തിയാക്കി. അൽസലാമെ പോയിക്കോന്ന് പറഞ്ഞില്ല, ജാരബിന്ദു പോയിക്കോന്ന് പറഞ്ഞില്ല. മെഡിക്കൽ കോളേജിലെ മറ്റേ കണ്ണ് വിഭാഗം പ്രൊഫസറെ കണ്ട് പറയാൻ ഞാൻ എഴുത്തരാ അങ്ങനെ പറഞ്ഞില്ല. എന്ത് റസൂലാണത്? പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്ന റസൂലാണ്. അല്ലാതെ റസൂൽ പറഞ്ഞ പരലോകം മാത്രമല്ല, എവിടെയും പ്രശ്നം പരിഹരിക്കണം. ദാരിദ്ര്യം കൊണ്ട് കുഴങ്ങി വീടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒരിക്കൽ നബിയുടെ അടുത്ത് പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഞ്ചി കൊടുത്തു. ആ സഞ്ചിയിൽ 2-3 കാരൊക്കെ ഇട്ട് കൊടുത്തു. ദാരിദ്ര്യമല്ലേ പ്രശ്നം, നീ ചോദിച്ചാറാണ്ട, എപ്പോൾ വിശക്കുകയാണെങ്കിലും അതിൽ കയ്യിലിട്ടളാ. അറബികളെ പ്രധാനപ്പെട്ട ഭക്ഷണക്കാരൊക്കെയാണല്ലോ, എപ്പോൾ നിനക്ക് ഭക്ഷണത്തിന് ആവശ്യം വന്നാൽ അതിൽ കയ്യിട്ടളാ. 2-3 കാരൊക്കെ ഇട്ട് കൊടുത്തു, ഒരു സഞ്ചിയും കൊടുത്തു. സഞ്ചി ഇവിടെ തൂക്കി കിടക്കും. പിൽക്കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ ബാല്യക്കാരൊക്കെ വളർന്നു വരുന്ന കാലത്തെല്ലാം അവർ അബൂഹുറൈറ സഞ്ചിയോടുകൂടെ കണ്ട് അവരിൽ ചിലർ വിചാരിച്ചോ ഈ സഞ്ചി അബൂഹുറൈറയുടെ ശരീരത്തിന്റെ ഭാഗമാണോ എന്ന്. കാരണം സഞ്ചി വെക്കണ പരിപാടി ആർക്കില്ല, അബൂഹുറൈറക്കില്ല. അബൂഹുറൈറക്ക് പിന്നെ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല. പട്ടിണി കിടന്ന് വിഷമിക്കാണെന്ന് വന്ന നബിയോട് വന്ന് പറഞ്ഞാൽ അതിനിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, വല്ല പണിക്കും പോയി കൂടെ ചങ്ങായി എന്നല്ലേ നബി പറയണ്ട്. ഇങ്ങനെ എടുത്ത് തിന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ വഫാത്തായ അന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായി മദീനയിൽ. അന്ന് എവിടെ സഞ്ചി വെച്ചു എന്ന് അറിഞ്ഞില്ല. ആ സഞ്ചി പിന്നെ നഷ്ടപ്പെട്ടു പോയി. അന്ന് അബൂ ഹുറൈറ പാടിയ ബൈത്ത് ലോകം മുഴുവനും ഇന്നും പാടുക. ലിന്നാസി ഹമ്മും വലി ഹമ്മാനി ഫിൽ യൗമി ഹമ്മുൽ ജിറാബി വഹം മുശൈഖ് ഉസ്മാനി. എഴുതിയേക്ക്. ലിന്നാസി ഹമ്മും വലി ഹമ്മാനി ഫിൽ യൗമി ഹമ്മുൽ ജിറാബി വഹം മുശൈഖ് ഉസ്മാനി. ലിന്നാസി ഹമ്മുൻ, ജനങ്ങൾക്ക് ഇന്ന് ഒരു പ്രശ്നമാണ്. വലിയ ഹമ്മാനി, എനിക്ക് 2 പ്രശ്നമാണ്. ലിന്നാസി ഹമ്മുൻ വലി ഹമ്മാനി ഫിൽ യൗമി ഹമ്മുൽ ജിറാബി വഹം മുശൈഖ് ഉസ്മാനി. എനിക്ക് 2 പ്രശ്നമാണ്. ഒന്ന് മുത്തുനബി തന്ന ആ സഞ്ചി നഷ്ടപ്പെട്ടു പോയി, ഹമ്മുൽ ജിറാബ്. ഒന്നാമത്തെ അതന്നെയാണ്, സഞ്ചി നഷ്ടപ്പെട്ടു. വഹം മുശൈഖ് ഉസ്മാനി, എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഉസ്മാനി നഷ്ടപ്പെട്ടു. ജനങ്ങൾക്ക് ഇന്ന് ഒരു പ്രശ്നമാണ്, എനിക്കിന്ന് 2 പ്രശ്നമാണ്. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? തന്നെ യമനിൽ നിന്നൊരു സംഘം ആളുകൾ വന്നിട്ട് നബി തിരിച്ചു പോയപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിട്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് 10-16 കിണറുണ്ട് ഗ്രാമത്തിൽ, പക്ഷേ 6 മാസം വെള്ളം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ദൂരെ നിന്ന് കെട്ടിക്കൊണ്ടുവരും. അപ്പം ഒരു ചരക്കല്ല് ഇങ്ങോട്ട് വാരി, ഒരു പിടി ചരക്കല്ല് വാരിയിട്ട് പറഞ്ഞു, ഓരോ കല്ല് നിങ്ങൾ ഓരോ കിണറിൽ കൊണ്ടിടുക മതി. വെള്ളത്തില്ലാത്തിന് പുതിയ കല്ലിടല്ലോ, ഉള്ള കല്ല് ഒഴിവാക്കല്ലേ. ഞങ്ങളതൊക്കെ ആമർ തരാം, നിങ്ങൾ അവിടെ കൊണ്ട് അടിച്ചിട്ട് കുറച്ച് പാറണ് പൊട്ടിച്ചോളി, അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവുന്നല്ലോ. കല്ലിടുക, ഒരു കുതിര വിടല് ഒക്കെ കണ്ടിട്ട് കല്ലിടാറുന്ന വലിയ മൈ പറയും. ആരാടാ കണ്ടിട്ട് കല്ലിടുന്നു? ആ പണിയല്ലേ. പിന്നെ ആ കിണറിന്റെ ആഴം ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരൊറ്റ കിണർ, അതിന്നും നിലനിൽക്കുന്നുണ്ട്.
ഒരു സംഘം മാത്രം ആളുകൾ യാത്ര പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിന് എന്താ കരുതിയത്? ഒന്നുമില്ല. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുത്തു. പിന്നെ പറഞ്ഞു, യാത്രയിലൊക്കെ ഇങ്ങനെ ഒഴിച്ചോളി, എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടും. തൈരാണെങ്കിൽ തൈര് കിട്ടും, നെയ്യാണെങ്കിൽ നെയ്യ് കിട്ടും. വിശാലിന്നാണ് ആ യാത്രാ സംഘത്തിന്. അതന്നെ അവർ തൈര് വിചാരിച്ചു ചോദിച്ചാൽ തൈരായി, മോര് വിചാരിച്ചു ചോദിച്ചാൽ മോരായി, നെയ്യ് വിചാരിച്ചു ചോദിച്ചാൽ നെയ്യായി. പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരാളുമാണല്ലോ. ആ സ്വഹാബികൾക്കൊക്കെ അതുണ്ടായി. നമുക്ക് പിന്നെ അത്തരൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടാവും. നമുക്കിത് റസൂൽ തന്നെയല്ലേ, അല്ലെങ്കിൽ റസൂലില്ല എന്നറിയണ്ടേ? മനസ്സിലായില്ലേ? ചിന്തിക്കും. റസൂൽ മരിച്ചാൽ ഇസ്ലാമിന് കമ്മി വരും. റസൂൽ മരിക്കൂല. റസൂലിന് വീട് മാറാം. പഴയകാല സുന്നികൾക്ക് റസൂൽ മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ബാപ്പ പച്ചിയെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് പറയും പോലെ, പച്ചിയെ അസ്സലാമു അലൈക്കും എന്ന് പറയും പോലെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, മരിക്കാത്ത റസൂലാണ് അസ്സലാമു അലൈക. അങ്ങേക്ക് ആ ആളിപ്പോഴുണ്ട്, നമ്മളെ കണ്ണിൻ്റെ മുന്നിലുണ്ട്. റസൂൽ മരിച്ചാൽ നമ്മൾ സുന്നിയാവില്ല. വഹാബികൾക്ക് ഇതുണ്ടാവില്ല. കാരണം അവർ ബഷറാണ്, അവർക്ക് റസൂൽ. അപ്പോൾ ബഷറാവുമ്പോൾ ബഷറിൻ്റെ നവാഖിസ് എല്ലാം ഉണ്ടാവും. ഖുർആനിൽ പറയുന്ന റസൂൽ ബഷറല്ല. എന്നാ ബഷറല്ല ഒന്നുമല്ല. ബഷറല്ലേ ആണ്. ബഷറാണോ? ബഷറിന്റെ ഗുണമല്ല അതൊന്നും. ബഷറിന്റെ ഗുണമല്ല നബിയുടെ ഗുണം. കാരണം ബഷറിന്റെ കൈയല്ല നബിയുടെ കൈ. ഇന്നല്ലതിനെ യുബായിഉനക ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് അവിടെ. ഇന്നല്ലതിന യുബായിഉനക ഇന്നമാ യുബായിഉനല്ലാഹ് എന്ന് പറയുന്നിടത്ത് പറയുന്നുണ്ട്. ഇന്നല്ലതിന യുബായിഉനക ഇന്നമാ യുബായിഉനല്ലാഹ് എന്ന് പറയുന്നിടത്ത് പറയുന്നുണ്ട്. എന്ത്? ഇന്നല്ലതിന യുബായിഉനക ഇന്നമാ യുബായിഉനല്ലാഹ് എന്താ പറയുന്നത്? ഫഅഖ്ദുൽ ബൈഅതി മഅഹു, നബിയോട് കൂടെ ഒരാൾ കരാറ് ചെയ്യുക, ഉടമ്പടി ചെയ്യൽ. കഅഖ്ദിഹാ മഅല്ലാഹ്, അല്ലാഹുവിനോട് ഉടമ്പടി ചെയ്തതാണ്. മിൻ ഗൈരി തഫാവുത്തിൻ ബൈനഹുമാ, അതിനിടയിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ റസൂലിന്റെ കൈ പിടിച്ച ആരെ കൈ പിടിച്ചു? അള്ളാഹുവിന്റെ കൈ പിടിച്ചു. റസൂലിനോട് ഉടമ്പടി ചെയ്ത് ആരോട് ഉടമ്പടി ചെയ്തു? അള്ളാഹുവിനോട്. അള്ളാഹ്ക്ക് മരണമല്ല, ഇയാൾക്ക് മരണമല്ല. നമ്മൾ സൃഷ്ടിയാവുമ്പോൾ മരിക്കണ്ടേ? പ്രത്യക്ഷത്തിൽ മരിക്കും, യഥാർത്ഥത്തിൽ മരിക്കൂല. ഒരു ഇന്ത്യക്കാല് മാത്രമാണ്. പ്രശ്നം നബിയോട് പറയണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. പ്രശ്നം പരിഹരിച്ച നബിനെ. അബ്ദുക്കൽ മിസ്കീനു യർജു فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير يا نبي. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച ഒരു കവിതയാണ്. ഇന്ന് ഈ കവിത ഒരു മൂലയിൽ എഴുതിയാൽ സുന്നി സംഘടനകൾ അയാളെ പുറത്താക്കും. നബിയുടെ അബ്ദ് എന്ന് പറയാൻ പറ്റൂല, അത് കുറച്ച് തെറ്റാണ്. പിന്നെ അതിലുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ഇതിൽ എഴുതിയ പ്രശ്നമില്ല. ഇങ്ങനത്തെ വാക്ക് ആരും എഴുതാതെ പുതിയൊരു മൂല്യം എഴുതുകയാണെങ്കിൽ അയാളെ പുറത്താക്കും. നബിയുടെ അബ്ദോ എന്ത് വർത്താനാണ്? അപ്പോൾ സുന്നിന്നെ വഹാബിയായി. കാരണം വഹാബിയുടെ റസൂൽ ബഷറാണ്, സുന്നി റസൂൽ ബഷറല്ല. എന്നാ ബഷറല്ല ഒന്നുമല്ല. എന്നാ ബഷറാണോ? ബഷറാണ്. എന്നാ ബഷരീയത്ത് മാത്രമാണോ? അല്ല. ശരീരം ബഷ് അങ്ങനെ ആവുക, മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ജീവിക്കുക, അത് ബഷറിന്റെ സ്വഭാവമല്ലല്ലോ. ഇന്ന റബ്ബിയ, എനിക്കതിന് കഴിയുന്നല്ല. ഇന്ന റബ്ബി യുത്ഇമുനി വയസ്ഖീനി, എനിക്ക് വേറെ ഭക്ഷണവും വെള്ളവും കിട്ടുന്നുണ്ട് എന്നാണ്. അല്ലാതെ എന്തല്ല, ഞാൻ കുറച്ചാൽ അങ്ങനെ നോക്കിയതാണെന്ന് അങ്ങനെയല്ല. ഇന്ന റബ്ബി, എനിക്ക് ഡെയിലി തീറ്റ നടക്കുന്നുണ്ട്. നിങ്ങൾ കാണില്ല എന്നേ ഉള്ളൂ. ഇന്ന റബ്ബി യുത്ഇമുനി, നേരത്തിന് എൻ്റെ റബ്ബ് എന്നെ ഭക്ഷിപ്പിക്കുന്നുണ്ട്. വയസ്ഖീനി, എന്നെ കുടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ആൾ അവരുടെ കാഴ്ചയിൽ തിന്നിട്ടുമില്ല കുടിച്ചിട്ടുമില്ല. എന്ത് പറയല്ല, അതിൻ്റെ കറാമത്താന്നറിയല്ല. ഇതിലെന്ത് കറാമത്താള്?
മനസ്സിലായില്ല. ഞാൻ റസൂലല്ലേ, ഞാൻ കുറച്ചൊന്ന് നോക്കട്ടെ, അങ്ങനെ അറിയില്ല. ഇന്ന റബ്ബി, എനിക്കതിനൊക്കെ കഴിയുമെന്നും അറിയുമല്ല, എനിക്ക് തിന്നാതെ ജീവിക്കാനും കഴിയുമെന്നറിയല്ല. ഞാൻ തിന്നുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ല. കാണാത്തൊരു തീറ്റ, അവിടെ പ്രശ്നം. അത് ബശറിന്റെ സ്വഭാവമല്ല. ഈ നബി പറയാണ് എന്ത്, ഞങ്ങൾ നബിമാരൊക്കെ അങ്ങനെയാണ്, ഞങ്ങൾ വേറെ സൈസാ, അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെയൊക്കെ അത് കഴിയൂ. അതല്ല, മനസ്സിലായോ? അങ്ങനെയല്ല. പിന്നെ എന്താ പറഞ്ഞ് തിന്നുന്നുണ്ട്, നിങ്ങൾ കാണില്ലാന്നേ ഉള്ളൂ. എന്റെ റബ്ബ് എനിക്ക് തിന്നാൻ തരുന്നുണ്ട്, എന്നെ തീറ്റുന്നുണ്ട്. ഫീഡിങ് നടത്തുന്നത് ആരാ? റബ്ബ്. ഇത് ബഷറിന്റെ സ്വഭാവമല്ല, ഇത് ബഷറിന്റെ സ്വഭാവമല്ല. മനസ്സിലായില്ലേ? വളരെ ചിന്തിക്കണം. അപ്പൊ റസൂൽ എന്ന ഒരാള് പിൽക്കാലഘട്ടത്തിൽ സുന്നികൾക്കും നഷ്ടപ്പെട്ടു. അവിടെയാണ് നമുക്ക് ഇനി പ്രശ്നം. ഇത് പ്രശ്നമാണ്. സുന്നികൾക്ക് നിലവിലാരില്ല, വഹാബികൾക്ക് പണ്ടേ റസൂലില്ല. എന്തുകൊണ്ട്? അല്ല, നമ്മൾ ജീവനില്ലാത്ത എന്നോ മരിച്ച ഒരാളെ നമ്മൾ കെളിമയെ കൂട്ടണം. എന്തിനാ? അയാളിപ്പോൾ ജീവനുണ്ടെങ്കിലല്ലേ അയാളെ കെളിമയെ കൂട്ടണ്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഹയ്യുല്ലായ മൗത്താണ്. മുഹമ്മദ് റസൂലുള്ളാഹ്, അയാൾ മരിച്ചതാണ്. ഇനിയിപ്പോൾ അയാളെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ കൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദിന്റെ അവിടെ റസൂലിൻ്റെ അവിടെ എന്ത് പറഞ്ഞു കൊടുക്കുക? പിന്നെ വേറൊരു കാര്യം, പണ്ട് റസൂലുണ്ടായിരുന്നു, അങ്ങനെ കേൾക്കുന്നുണ്ട്. ജീവനില്ലാത്ത റസൂലിനെ പറ്റി എന്താ പറഞ്ഞ കാര്യം? ഞാൻ മറ്റൊന്നും പറഞ്ഞൂടെ? എന്ത്? അത് പണ്ടല്ലേ മരിച്ചില്ല, മരിച്ചു. തഞ്ഞിപ്പോൾ ഞങ്ങളെ പറ്റി പറയണ്ട. അല്ലാഹു ഏകനാണ് എന്ന് പറയാൻ വേണ്ടി വന്ന ആളാണ് ആര്? റസൂൽ. ആൾ മരിച്ചുപോയി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹയ്യുൻ ലാ യമൂത, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മരിച്ചില്ല. ഇനിയിപ്പോൾ എന്തിനാ പറയുന്നത്? അപ്പോൾ മരിക്കാത്തൊരു റസൂൽ നിലനിൽക്കണം. മൂസ പണ്ട് റസൂലായിരുന്നു, ഇപ്പോൾ റസൂൽ അല്ല. ആ റസൂൽ ജീവിക്കേണ്ട ഒരു അനിവാര്യതയും ഇല്ല. ജീവിക്കലും ജീവിക്കാതിരിക്കലും വേറെ കാര്യം, അനിവാര്യതല്ല. ഈ റസൂൽ അങ്ങനെയല്ല. ഇത് അവസാനത്തെ ഉമ്മത്തിന്റെ മുന്നിലും മരിക്കാൻ പാടില്ല. ആ ആൾക്ക് കുറെ അടിമകളും വേണം. ആ അടിമകളാണ് മുഅ്മിനീങ്ങൾ. കാരണം മുഅ്മിനീങ്ങൾക്ക് മീഡിയേറ്ററാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ 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 ഗൗരവമായി നമ്മളിത് ചിന്തിക്കണം. അപ്പൊ ഈ ഒരു കെലിമയുടെ യാഥാർത്ഥ്യം സത്യത്തിൽ വഹാബിയത്തെ നഷ്ടപ്പെടുത്തി. ഒരു ജീവനില്ലാത്ത റസൂലിനെ ജനങ്ങളെ വിശ്വസിപ്പിക്കാം. ജീവനില്ലാത്ത റസൂൽ, എന്നോ മരിച്ചുപോയ റസൂൽ. നിങ്ങൾ ചിന്തിക്കുക. അപ്പം ഈ അവസ്ഥയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ആ റസൂൽ അതാണ് വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. ഏതാ സൂറത്ത്? എടുക്ക്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. ഈ ആയത്ത് എക്സ്പയർ ആയിട്ടുണ്ടോ? ഈ ആയത്ത് എക്സ്പയർ ആയിട്ടുണ്ടോ? ഇല്ല. ശരി, അപ്പൊ അർത്ഥം വെക്കി. വഅലമു, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ റസൂലുള്ളയുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. വഅലമു, എൻ്റെ ഇൽമി എന്ന വാക്കിന്റെ അർത്ഥം, ഇൽമി എന്ന വാക്കിന് ഇങ്ങോട്ട് നോക്കി എങ്ങായി, ഇന്നല്ലേ നോക്കണ്ടേ? എത്ര നമ്പറാ? വഅലമു വഅലമു. നിങ്ങൾ ഉഷാറിലിരിക്കണം കേട്ടോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. വഅലമു 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 അന്ന ഫീകും റസൂലല്ലാഹ്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. വഅലമു, നിങ്ങൾക്ക് ഇൽമുണ്ടാവട്ടെ, നിങ്ങൾ ഇൽമു നേടുക. എന്ത് ഇൽമു നേടുക? അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ റസൂലുള്ളയുണ്ട് എന്ന് നിങ്ങൾ ഇൽമു നേടണം.
എന്താ ഇൽമിൻ്റെ അർത്ഥം? എന്താ ഇൽമിൻ്റെ അർത്ഥം? ഇൽമിൻ്റെ അർത്ഥം പറയും. എന്താ ഇൽമിൻ്റെ അർത്ഥം? ഇൽമിൻ്റെ അർത്ഥം പറയും. മൗലവിമാരും അറിയാം ഇൽമിൻ്റെ അർത്ഥം. എന്താ ഇൽമിൻ്റെ അർത്ഥം? ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇൽമിൻ്റെ അർത്ഥം, പറഞ്ഞു തന്നിട്ടുണ്ട്, ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇൽമിൻ്റെ അർത്ഥം? എന്താ ഇൽമിൻ്റെ അർത്ഥം? എന്താ ഇൽമിൻ്റെ അർത്ഥം? ഇൽമിൻ്റെ താരിഫ് എന്താ? എന്താ ഇൽമിൻ്റെ താരിഫ് അറിയും? ഇൽമ എന്നാൽ എന്താ? ഇൽമ എന്നാൽ എന്ത്? അതിൻ്റെ താരിഫ് അറിയും, എൻ്റെ ഡെഫിനിഷൻ പറയും. എന്താ ഇൽമ? ഗണിതശാസ്ത്രമല്ലാത്ത ഒരു ശാസ്ത്രവും ഇൽമല്ല. ഫിസിക്സ് ഇൽമല്ല, കെമിസ്ട്രി ഇൽമല്ല, ഒന്നും ഇൽമല്ല. എന്തുകൊണ്ട്? ഗണിതശാസ്ത്രം മാത്രമാണ് ഇൽമ, മറ്റൊന്നും ഇൽമല്ല. എന്താ ഇൽമ? അൽ ഇൽമു അൽ ഇഅ്തിഖാദുൽ ജാസിമുൽ ലദീ ലാ യഖ്ബലു തഗയ്യുറ. പണ്ട് അർത്ഥം പറഞ്ഞിട്ടുണ്ട്, റഷീദിയിലുണ്ട്. നിങ്ങൾ വിചാരിച്ച അക്കരത്തെ റഷീദിയല്ല. ഇൽമിന്റെ ഡെഫിനിഷനാണ് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്ത ഉറപ്പിനാണ് അറിവെന്ന് പറയുന്നത്. അതാണ് ശാസ്ത്രം മുഴുവനും വന്നിയാത്ത ഇൽമല്ല, കണക്ക് മാത്രമേ ഇൽമുള്ളൂ. ഒന്നും രണ്ടാണ്, മാറൂല. ഫിസിക്സ് ഇൽമല്ല, കെമിസ്ട്രി ഭാവനയാണ്, ധാരണയാണ്. അത് മാറുന്നതൊന്നും എന്തല്ല, ഇൽമല്ല. ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്ത ഉറപ്പിനാണ് എന്ത് പറയാ? ശരി, അത് നമുക്ക് വഅലമു, അത് നമുക്ക് വഅലമു. നിങ്ങൾ കഠിനമായ ശക്തമായ ഉറപ്പിലെത്തണം. നിങ്ങൾ എന്ത്? അന്നഫീക്കും റസൂലല്ലാഹ്. അല്ലാഹു തആലാക്ക് ഈ ഇൽമ എന്ന വാക്കില്ലാതെ ആ വാക്ക് ആയത്ത് പറഞ്ഞൂടെ? ഇതിനവിടെ ഇൽമ കയറ്റി. ഇൽമാണ് എല്ലാവരും ഇൽമിന്റെ ഡെഫിനേഷൻ അതാ, ഇനി മാറരുത്. താരിഫാത്തിലുണ്ട്. ഒരു കാലത്തും ഒരു ഘട്ടത്തിലും ഒരവസരത്തിലും മാറ്റത്തിന് വിധേയമാകാത്ത ഉറപ്പിന് ഇൽമ് എന്ന് പറയുന്നു. ഭാഷ പോലും മാറും. 25 കൊല്ലം മുമ്പുള്ള ഭാഷയല്ല ഇപ്പോൾ ഭാഷ മാറി, എത്രയോ മാറി ഭാഷ, എത്രയോ അല്ലേ? അങ്ങനെ തന്നെയല്ലേ മാഷേ? അദ്ദേഹത്തിന് ഭാഷയിൽ, മലയാള ഭാഷയിൽ PhD ഉള്ള ആളാണ് ഇരിക്കുന്നത്. ഭാഷ അങ്ങനെ മാറും, ഇൽമ മാറൂല. ഇൽമ ശക്തിയായിരിക്കും, പിന്നോട്ട് മാറൂല. നിങ്ങൾ ഇൽമ നേടണം, അഥവാ നിങ്ങൾക്ക് അതിശക്തമായ ഉറപ്പ് വേണം. അന്നഫീക്കും റസൂലല്ലാഹ്, നിങ്ങളുടെ ഉള്ളിൽ റസൂലുണ്ട്. ഇത് സ്വഹാബികളോട് പറഞ്ഞ ആയത്തല്ലല്ലോ, ലോകാവസാനം വരെ വന്ന മുഅ്മിനീങ്ങൾക്കുള്ളിൽ ആര് ജീവിക്കണം? സ്വീകരിക്കണം. സുന്നി എന്ന് പറയും. മറ്റേത് ബഷറ റസൂലാവില്ല. മനസ്സിലായില്ലേ? അത് സുന്നികളും ഇപ്പൊ നഷ്ടപ്പെടുത്തി. ബഷരീയത്തിന് രണ്ടവസ്ഥയുണ്ട്. ഒന്ന്, വഹാബികൾ മനസ്സിലാക്കിയ റസൂൽ ബഷറായ റസൂല. സുന്നികൾ മനസ്സിലാക്കിയ റസൂലിലും പിഴവ് സംഭവിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത്. സുന്നികൾ മനസ്സിലാക്കിയ റസൂൽ, ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയ റസൂലിൻ്റെയും അപ്പുറത്തെ റസൂൽ, അവിടേക്ക് എത്താത്തൊരു റസൂലാണ്. റസൂലിലേക്ക് ആധുനിക സുന്നികളും എത്തുന്നില്ല. സുന്നികൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്, ആധുനിക സുന്നികൾക്ക്. അതിന് കാരണം വഹാബിയത്തിന്റെ കാറ്റടിച്ചു വീശിയതാണ്. സുന്നികൾ റസൂലാരാ? സുന്നികൾ റസൂല്
സുന്നികളുടെ റസൂൽ ആരാ? സുന്നികളുടെ റസൂൽ ആരാണെന്നോ, സുന്നികൾ ഈ ഡെഫിനിഷന്റെ അപ്പുറത്തേക്കൂല. റസൂലുള്ളാഹിന്റെ ഡെഫിനിഷൻ ഇതുമല്ല, അതിന്റെ അപ്പുറത്ത്. സുന്നികളുടെ റസൂല് ഷഫാഅത്ത് തരുന്ന റസൂലാണ്, നരകത്തുനിന്ന് രക്ഷപ്പെടുത്തി തരുന്ന റസൂലാണ്, ഹൗദുൽ കൗസർ തരുന്ന റസൂലാണ്, സിറാത്ത് പാലത്തിന് രക്ഷപ്പെടുത്തുന്ന റസൂലാണ്. ഖബറിലെത്തുമ്പോൾ എൻ്റെ ആളാണ് തല്ലല്ലി എന്ന് പറയുന്ന റസൂലാണ്. അപ്പോൾ റസൂലിനേക്കാൾ സുന്നികൾക്ക് പ്രശ്നം സ്വന്താണ്, അതല്ല ഖുർആൻ പറഞ്ഞ റസൂല്. അതായത് അവനാങ്കാര്യ. എൻ്റെ പെണ്ണുങ്ങളെ എനിക്കിഷ്ടമാണ്. എന്തുകൊണ്ട് ഇഷ്ടമാണ്? ജാണിൻ്റെ കരളിൻ്റെ കഷ്ണം ഞാൻ അവളോട് പറയാണ്. എന്തുകൊണ്ട്? അതിന് കാരണങ്ങൾ പറയാം. ഒന്ന്, ഓളെനിക്ക് നേരത്തിന് തിന്നാൻ തരും, തൊള്ളക്ക് പറ്റി ഉണ്ടാക്കി തരും. അതിനെന്തെങ്കിലും 4 ദിവസം കുറവ് വന്നാൽ നമ്മൾ ചെറിയൊരു നീരസം കാണിത്തുടങ്ങും. പിന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങും, ഇക്കാക്കാന്റെ പെണ്ണുങ്ങൾ ഇത്താത്താനെ ഒന്ന് കണ്ടുപിടിച്ചാളാം, ഇക്കാക്ക എന്താ പറഞ്ഞ മായ. ഓഹോ, അപ്പൊ ഈ ഭാര്യയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവനാങ്കാരിയാണ്. ഓളരുന്ന് മര്യാദയ്ക്ക് നമ്മൾ വിചാരിക്കാത്ത ഭക്ഷണം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഇങ്ങനെ നമ്മളെ തടിമന്ന് വസ്ത്രം കണ്ട് ചാടിയാൽ മതി, അപ്പം തന്നെ അവരെന്ത് ചെയ്യും? കല്ലുമ്മ കൊണ്ട് അലക്കും, അല്ലെങ്കിൽ അങ്ങനെ അലക്കും, മെഷീനിലിടും, അത് വൃത്തിയാക്കി തരും. പിന്നെ ഇസ്തിരി ചെയ്ത് നേരത്തിന് ഇങ്ങനെ കടക്കട്ടക്കട്ടായി തൂക്കും. അപ്പോഴും നമുക്ക് നമ്മളെ കാര്യമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇപ്പൊ എല്ലാം നമ്മൾ നമ്മളാണ് ചെല്ലുമ്പോ കിടക്ക വിരിച്ചിട്ട് തരും. ഓഹോ, അവിടെ അവനാ കാര്യമാണ്. അതന്നെയല്ലേ അങ്ങായി അനക്ക് റസൂല്. മാഷറി ചെല്ലുമ്പോഴത്തേന് സ്വർഗം വാങ്ങിത്തരും. അതല്ലടാ സുന്നി എൻ്റെ റസൂല്. ഇപ്പോ പണ്ട് റസൂൽ അങ്ങനെയല്ല. ആധുനിക സുന്നികൾ റസൂലിൻ്റെ നേട്ടത്തെ മാത്രം റസൂലിൽ നിന്ന് അവന് കിട്ടുന്ന നേട്ടത്തിലൂടെ റസൂലിനെ അളക്കുന്ന ആളുകളാണ്. ഇപ്പം മൊത്തം ചർച്ച അതാണ്. എല്ലായിടത്തും ചർച്ച അതാണ്. എല്ലായിടത്തും ചർച്ച നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി അത് തരും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരും എന്നത് ശരിയാണ്. മനസ്സിലായോ? അതല്ലല്ലോ റസൂൽ എന്ന പ്രമാണത്തിൽ പറഞ്ഞ റസൂൽ അതല്ല, അതിൻ്റെ അപ്പുറത്താണ്. നമ്മുടെ ലാഭത്തിലൂടെ റസൂലിനെ മനസ്സിലാക്കുക. നമ്മൾക്ക് ഖബർ ചെല്ലുമ്പോഴത്തിന് നമ്മളാളാണെന്ന് നബി പറയുക. നമ്മള് ഹൗദുൽ കൗസറിലേക്ക് വരുമ്പോഴത്തിന് വെള്ളമാണ് തരിക. അപ്പൊ അങ്ങനത്തെ നമ്മളെ ലാഭം ഒക്കെ നമ്മൾ അവനാ കാര്യം. നമ്മളെ പെണ്ണുങ്ങളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ തന്നെ പിന്നെ പെണ്ണുങ്ങൾക്ക് അവിടെ വെള്ളം തരാനൊന്നും അർഹത ഇല്ലാത്തോണ്ടാ. അർഹത ഓക്കുണ്ടെങ്കിൽ നമുക്ക് റസൂൽ വേണ്ടി വരില്ല. ഐജുണ്ടല്ലോ കുഞ്ഞാളെ, അയക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. ഇതല്ല ഖുർആൻ പറഞ്ഞ റസൂൽ. ഖുർആൻ പറഞ്ഞ റസൂൽ മനസ്സിയായ നഫ്സിൽ നിന്ന് നഫ്സിന്റെയും അപ്പുറത്തെ റസൂലാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പിന്നെ അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ റസൂലല്ലേ. അന്നബിയു മുത്തറസൂൽ മുസ്തഫ മുഹമ്മദ് എന്ന വ്യക്തി ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനാണെങ്കിൽ അവൻ ഏറ്റവും ബന്ധപ്പെട്ടതാണ് മിൻ അൻഫുസിഹിം, അവൻ്റെ സ്വന്തം നഫ്സിനേക്കാൾ. അപ്പോൾ നിന്റെ നഫ്സിൻ്റെ അപ്പുറത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടൽ നിന്റെ നഫ്സിൻ്റെ കാര്യമല്ലേ? ഹൗദുൽ കൗസർ കിട്ടൽ നിന്റെ നഫ്സിൻ്റെ കാര്യമല്ലേ? ഖബറിൽ തല്ലിട്ടാതിരിക്കൽ നിന്റെ നഫ്സിൻ്റെ കാര്യമല്ലേ? സിറാത്ത് പാലത്തിൽ രക്ഷപ്പെടൽ നിന്റെ നഫ്സിൻ്റെ കാര്യമല്ലേ? മഖാദ് സിദ്ഖ് ചൂണ്ടിക്കാണിച്ചു തരൽ, അർശിൻ്റെ തണലിലിരുത്തി തരൽ നിന്റെ നഫ്സിൻ്റെ കാര്യമല്ലേ? ലിവാഉൽ ഹംദിൻ്റെ കൊടിയുടെ ചോട്ടിൽ നിർത്തിത്തരൽ നിന്റെ നഫ്സിൻ്റെ കാര്യമല്ലേ? അവിടെ റസൂല് മനസ്സിലായില്ല. നീ അവനാ കാര്യത്തിലൂടെയാണ് ആരെ മനസ്സിലാക്കിയത്. അപ്പോൾ നീ ആരായിട്ടില്ല, അവനായിട്ടില്ല. നരകമാണെങ്കിലും റസൂൽ വേണം. നരകം എനിക്ക് വിഷയമല്ല, നരകം വിഷയമല്ല. എൻ്റെ വാപ്പ മരിച്ചു, എൻ്റെ ആങ്ങള മരിച്ചു, നിന്റെ ഭർത്താവ് മരിച്ചു, അവൾ മുഅ്മിനത്താണ്, ആ സ്വഹാബിയത്ത് മുഅ്മിനത്താണ്. എന്തുകൊണ്ട്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നിലവിലുള്ള വഅളും മുഴുവനും അപര്യാപ്തമായ വഅളുകളാണ്. അതൊരിക്കലും ഈമാനിലേക്ക് എത്തിക്കാനും കഴിയില്ല. നമ്മളൊരു ലാഭത്തിൽ നബിയെ കാണാണ്, അങ്ങനെ കണ്ടൂടെ. പക്ഷെ അതല്ലല്ലോ എൻ്റെ ലക്ഷ്യം.
അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നെയ്യപ്പം ചായയും കൊടുക്കും. എന്താ മസൂട്ടി നെയ്യപ്പം ഉണ്ണിയപ്പോ പാമ്പൊരി പാമ്പൊരി നമുക്കും നമ്മൾ നേതാക്കന്മാർക്കും ഒക്കെ കിട്ടുന്ന സാധനമാണ് ചായയും പാമ്പ്. എല്ലാവർക്കും എല്ലാ യോഗത്തിലും ഉണ്ടാവുന്ന ബഹുമാനപ്പെട്ട കടിക്കാണ് പഴംപൊരി എന്ന് പറയും. അപ്പോയിക്കോട്ടെ. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു പഴംപൊരി കിട്ടും, ചായയും കിട്ടും. അത് കിട്ടുമല്ലേ? അതാണോ ഇതിൻ്റെ ലാഭം? ഈ ക്ലാസ് നമ്മൾ തമ്മിലുള്ള ബന്ധം പഴംപൊരിയ. മജ്‌ലിസിനൂറിന് സ്ഥിരമായി വരുന്ന ഒരാള് ബിരിയാണി കിട്ടും. അങ്ങനെ ഒരു വരും അങ്ങാടിയിൽ നിന്ന് മജ്‌ലിസിനൂറിന് കയറിയിരിക്കും. മജ്‌ലിസിനൂറൊക്കെ ചൊല്ലി ഈ ബിരിയാണി വാങ്ങിപ്പോവും. ഒരു ദിവസം ഈ ചെക്കന്മാർ ചെന്ന് നോക്കുമ്പോൾ പിന്നെ ബിരിയാണി അല്ല, ഔല് വെച്ചതാ. അപ്പോ ഇവര് എൻ്റെ പണ്ടത്തെ കാലത്തെ ജീവിതം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാണ്ട് ഇവിടെ ക്ലാസ്സിന് വരുന്ന ഒരുത്തനോട് സ്ഥിരം പറയണത് അത്. അപ്പൊ ഇപ്പൊ എന്ത് പറഞ്ഞ് ഇവര് ചെക്കന്മാർ എന്ത് പറഞ്ഞ് ഇത് നിങ്ങൾ നേരത്തെ പറയണേ, ഔല് വെച്ചേ ഉണ്ടാവുള്ളൂ, നമ്മൾ നേരെ മെനക്കെടുത്തി വരൂ. മനസ്സിലായില്ല. അപ്പൊ ഇവര് പറഞ്ഞ് നമ്മൾ മജ്‌ലിസുന്നൂറിനല്ലേ. ഞാൻ മജ്‌ലിസുന്നൂറിന് തന്നെ അല്ല, ഞാൻ ബിരിയാണി ഉണ്ടായിട്ടാണ്. നമ്മക്കടാ ഔദുൽ കൗസർ കിട്ടൂലെങ്കിൽ, നരകത്തിന് രക്ഷപ്പെടുത്തി തരൂലെങ്കിൽ, സിറാത്ത് പാലത്തിന് രക്ഷപ്പെടുത്തൂലെങ്കിൽ, ഖബർ രക്ഷപ്പെടുത്തൂലെങ്കിൽ, അപ്പോഴോ അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത റസൂലാണ്. നമുക്ക് അലക്കി തരൂലെങ്കിൽ, ചോറുണ്ടാക്കി തരൂലെങ്കിൽ, നമ്മളെ സൗകര്യത്തിന് ഓരോ കാര്യം ചെയ്ത് തരൂലെങ്കിൽ നമുക്ക് തോളം ആവശ്യമില്ല. പിന്നെ നമ്മളോട് എന്ത് പറയൽ തുടങ്ങും? പിന്നെ പെണ്ണുങ്ങൾ പെണ്ണ് അല്ലാഹു വേറെയും പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അല്ല 2 ദിവസം ഞാനൊരു പായത്താലൊക്കെ കടന്നപ്പോഴത്തെ നിങ്ങൾ അങ്ങനെ പറയണോ? അല്ല, എനിക്ക് എൻ്റെ ആവശ്യത്തിനാണ്. പെണ്ണിനെ പടക്കൽ അല്ലാഹു ഇപ്പോഴും നിർത്തിയിട്ടില്ല. അങ്ങനെ പറയല്ലേ മനുഷ്യ കൊരങ്ങാനൊന്നും പറയല്ലേ. എനിക്ക് നടക്കൂല. അല്ല 2-4 ദിവസമായി ക്ഷയിക്കണ്, പിന്നെ നമ്മളെ കാര്യം നടക്കണില്ല. അങ്ങനെ തന്നെ എനിക്ക് റസൂല് ഇനി മുതൽ നരകത്തിൽ നിന്ന് ആരെയും രക്ഷപ്പെടുത്തൂല പറഞ്ഞാൽ നമുക്കോ? മൊയ്തീൻ ഷെയ്ഖാണ് ഞാൻ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ മൊയ്തീൻ ഷെയ്ഖ് പോലും റസൂലിന് വേണ്ടി വരില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഞാൻ രക്ഷപ്പെടുത്തുമെന്നും പറയുന്നില്ല, രക്ഷപ്പെടുത്തൂല എന്നും പറയില്ല. അതൊന്നും എനിക്കറിയില്ല. അല്ലാഹു അഅലം. മനസ്സിലായോ? ഈമാൻ അതൊന്നുമല്ല. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അപ്പോഴേ അവന് ആരാവുള്ളൂ, ഔലിയപ്പാപ്പയല്ല, ആരാവുള്ളൂ, മുഅ്മിനാവുള്ളൂ. അപ്പം നിലവിൽ നമ്മുടെ സ്റ്റാൻഡ് എന്താ? നമ്മൾ സുന്നികൾ ഇപ്പോൾ വേണ്ട അറിയോ? സുന്നികളും നബിയും തമ്മിൽ ബന്ധം പരിശോധിക്കണം. മുഅ്ജിസത്തിലൂടെ നബിയെ മനസ്സിലാക്കുക. എനിക്ക് ഈ മുഅ്ജിസത്തിന്റെ വയല് പറയലേ ഇഷ്ടമല്ല. ഞാൻ മുഅ്ജിസത്തിന്റെ വയല് പറഞ്ഞിട്ട് 15 കൊല്ലമായിട്ടുണ്ടാവും. പിന്നെ ഈ ദീവാനൊക്കെ അങ്ങനെ പറയുമ്പോൾ പറയും എനിക്ക് ഇഷ്ടമില്ല. എന്തുകൊണ്ട്? മുഅ്ജിസത്ത് റസൂലുള്ളാഹിക്ക് മതിയാവൂല. എന്തുകൊണ്ട് മതിയായില്ല? അതിനൊരു വേദിയില്ല. റസൂലുള്ളാഹി ആരാ? മനസ്സിലായില്ല? ചിന്തിക്കും. 1000 കിലോ ഇങ്ങനെ എടുത്ത് പൊക്കാൻ കഴിയുന്ന ഇപ്പൊ ഹുസൈൻ ബോൾട്ട് എന്ന് പറഞ്ഞ ഒരാളില്ലേ, ഒരു ലോറി ഒറ്റക്ക് പല്ലുകൊണ്ട് വലിച്ച അങ്ങനത്തെ ഒരാളില്ലേ. അതോ എന്താണ് അയാൾ ഒരു പ്രത്യേകത ഉണ്ട്, വലിയൊരു ഒരു ശക്തനില്ലേ, ഓട്ടക്കാരനാണ് അയാൾ. ഞാൻ ഉദാഹരണം പറയാം. അങ്ങനത്തെ ആളുകളില്ലേ, അവൻ്റെ പല്ലിൻ്റെ ഒരു അങ്ങനെ പല്ലിൽ കടിച്ചു പിടിച്ചിട്ട് വലിയ എന്താ പറയുക ലോറി വലിക്കും. 16-19 ചക്രമല്ല വള്ളിയൊക്കെ വലിച്ചുകൊണ്ട്. അയാള് എൻ്റെ പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ ഏതോ നാര് വലിച്ചത് ഒരു മഹത്വമാണോ? ചന്ദ്രനെ പിളർത്തിയറിഞ്ഞ ഒരു മഹത്വമാണോ? അത് ചന്ദ്രൻ. സൂര്യനെ പിടിച്ച് നബി കീസിയിലിട്ടാൽ പോലും മഹത്വമല്ല. ആകാശത്തിനെ ചുരുട്ടി നബി കീസിയിലാക്കിയ മഹത്വമല്ല. എന്തുകൊണ്ട്? നബി എന്നെക്കാളും വലിയ ആളല്ലേ, അഷ്റഫുൽ ഖൽഖല്ലേ. അഷ്റഫുൽ ഖൽഖിനെ അർശിൻ്റെ ഓരോ പീസും നബി ഒരു കീസിലാക്കി മേശറിൽ വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ അപ്പം തിരക്കിടില്ല, നമുക്ക് നോക്കാലോ പറയും. ചന്ദ്രനൊക്കെ നിർത്താം. പിന്നെ എന്തേ അത് ചെയ്യാൻ ഇവിടെ വേദിയില്ല. അപ്പോൾ നബിയുടെ മുഅ്ജിസത്ത് നബിക്ക് മതിയായതല്ല. പിന്നെ എന്തേ അതിന് മാത്രം നമ്മളില്ല. നമ്മൾ അത് കേട്ടിട്ട് തന്നെ ബോധം കിടുകയാണ്. അപ്പൊ മുഅ്ജിസത്തിലൂടെ മനസ്സിലാക്കിയ നബിയല്ല, അതിൻ്റെ ഒക്കെ അപ്പുറത്ത നബി.
സിദ്ദീഖിന് മുഅ്ജിസത്ത് വിഷയമില്ല. ആകാശത്ത് പോയി വന്നു. അവിടെയാണ് നമ്മൾ സിദ്ദീഖ് എന്ന ആളെ കാണേണ്ടത്. സിദ്ദീഖ് എന്ന ആള് ബഷർ അംഗീകരിക്കും, എന്നാലോ ഒന്നും സിദ്ദീഖിന് വിഷയമല്ല. സിദ്ദീഖിന് നരകവും സ്വർഗവും ഒന്നും വിഷയമല്ല. സിദ്ദീഖിന് റസൂലാണ് വിഷയം. അവരാ മുഅ്മിനീങ്ങളും സിദ്ദീഖിലേക്ക് മടങ്ങണം. ഉദാഹരണം പറയാം. ആകാശത്ത് ഇന്നലെ രാത്രി പോയി വന്നോ എന്ന് പറഞ്ഞ വിവരം ഒരാൾ വന്ന് പറഞ്ഞപ്പോ ഇജ്ജ് നേരും അറിയാം അങ്ങനെ ചോദിച്ചു. അല്ല, അങ്ങനെ പോയോ? ഭാഷണ വലിയ സംഭവമാണല്ലോ അങ്ങനെ പറഞ്ഞു. മനസ്സിലായില്ല. ഇന്നലെ രാത്രി നബി ആകാശത്ത് കയറിയെന്ന് സിദ്ദീഖിനോട് വന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് അതിൽ അത്ഭുതപ്പെട്ടോ? എന്തുകൊണ്ട്? ഓരോ ദിവസം രാവിലെ ചായ കുടിക്കാൻ വേണ്ടി നബി ആകാശത്ത് പോയി വന്നാലും അതിനേക്കാൾ കഴിവുള്ള ആളാണ് സിദ്ദീഖിന്റെ ഭാഷയിലെ ആര്? നബി. അപ്പൊ ഒരു ആകാശത്ത് പോയി ഒരു സിദ്ദീഖിന് വിഷയം തന്നെയല്ല, സിദ്ദീഖിന് നബിയാണ് വിഷയം. സിദ്ദീഖ് മേറാജ് ഉണ്ടായതിൽ അത്ഭുതപ്പെടുന്നില്ല. മേറാജ് ഉണ്ടായിക്കോട്ടെ. ഈ മേറാജിന് മനസ്സിലായോ? മേറാജിൽ ആശ്ചര്യപ്പെട്ടോ? ഇല്ല. ഇന്നഹുല സാദിഖുൻ, നേരെ പറയുള്ളൂ. ആര്? റസൂല്. എന്റെ റസൂൽ നേരെ പറയുള്ളൂ. റസൂൽ നേരെ പറയൂ എന്നതിൽ നിന്നാണ് എന്ത് മനസ്സിലാക്കണത്? സിദ്ദീഖ് ഇത് അംഗീകരിക്കണത്. സിദ്ദീഖ് റസൂലിൽ നിന്ന് ഇത് അംഗീകരിക്കണം, അല്ലാതെ ഖുർആൻ നോക്കിയിട്ട് നബിന്റെ കൈ പഠിക്കല്ല. നമ്മൾക്ക് സുബ്ഹാനല്ലാഹി അസ്റാബി അബ്ദീന്റെ വ്യാഖ്യാനം അങ്ങോട്ടുകൂടി തല്ലൂടാൻ വേണം. ഞാൻ ആകാശത്ത് പോയി വന്നു എന്ന് നബി പറഞ്ഞാൽ പിന്നെ ഖുർആനായത്ത് നോക്കേണ്ട ആവശ്യം എന്താ? നിങ്ങളിപ്പോൾ സ്ഥലത്തുണ്ടോ? ഇപ്പൊ സുന്നികളായ നമ്മൾ തന്നെ റഡാർ വെച്ച് പരിശോധിക്കുക. എന്ത് സുബ്ഹാനല്ലാഹി അസ്റാബി അബ്ദി, അതിന് ഇസ്രായെ പെടുള്ളൂ, മേറാജ് പെടണില്ല. എന്റെ പോന്തായിയെ ഇതൊക്കെ തെരുക വെച്ച് നടക്കണെന്തിനാ? എന്തിനാണ് ഒരു ആയത്ത് നോക്കണത്? അത് ആ ആയത്ത് മുഅ്മിനീങ്ങൾക്ക് ഒരു ചൊറുക്കാണ്. അത് ദലീൽ എന്നല്ല. ദലീൽ എന്താ? ഞാൻ ആകാശത്ത് പോയി, നമ്മൾ വിശ്വസിച്ചത് ആരെയാ? നബിയെ. നബിയെ നിശ്ചയിച്ചല്ലട എന്നെ ഖുർആൻ വിശ്വസിച്ചോണ്ട് നബിയെ വിശ്വസിച്ചാണോ? നബിയെ വിശ്വസിച്ചോണ്ട് ഖുർആൻ വിശ്വസിച്ചാണോ? പറയട ചങ്ങായിമാരെ, നമ്മൾ ഖുർആൻ വിശ്വസിച്ചതുകൊണ്ട് നബിയെ വിശ്വസിച്ചതാണോ? നബിയെ വിശ്വസിച്ചോണ്ട് ഖുർആൻ വിശ്വസിച്ചാണോ? നബിയല്ലേ നമ്മൾ വിശ്വസിച്ചത്? അതാണ് സ്വഹാബത്ത്. സ്വഹാബത്ത് ഖുർആൻ നബി മനസ്സിലാക്കിയതല്ല, നബിയിൽ ഖുർആൻ മനസ്സിലാക്കിയതാണ്. മനസ്സിലാക്കാത്തവരും ഉണ്ട്, ബിസ്മി പഠിക്കാത്തവരുണ്ട് സ്വഹാബികളിൽ. ഒരു സ്വഹാബിയാണ് ഈ ദുനിയാവിലെ എല്ലാ മൊയ്തീൻ കൂടിയാലും ഒരു രോമത്തിനെത്തൂല എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് അതിനേക്കാളും വലിയ മൊയ്തീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നടന്നോളി, ഞങ്ങളൊപ്പം ഉണ്ടാവില്ല. ഒരു സ്വഹാബിയുടെ രോമക്കുത്തിനെത്തിയ ഒരു ഔലിയപ്പാപ്പ ലോകത്തില്ല. ആ ഏത് സ്വഹാബിയാണെങ്കിലും, അത് വഹ്ശ് ഇബ്നു ഹർബാണെങ്കിലും, നബി ഏറ്റവും വിഷമിപ്പിച്ച ആ സ്വഹാബിയാണെങ്കിലും, ഒരു ബിസ്മി പഠിക്കാത്ത, വലം യസ്ജുദു ലില്ലാഹി സജദതൻ വാഹിദ, ഒരു സുജൂദ് ചെയ്യാത്ത സ്വഹാബിയാണെങ്കിലും ആ സ്വഹാബിയുടെ അടുത്തേക്ക് ഭൂഗോളത്തിലെ എല്ലാ കുതുബീങ്ങളും ചേർന്നാൽ എത്തൂല. എന്തുകൊണ്ട്? അവരാരാണ്? സ്വഹാബിയ. എന്റെ അവർ ഈമാനോടുകൂടെ അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. മൻ റആനി ലാ യദ്ഖുലുൻ നാറ വഹുവ മുഅ്മിൻ, മുഅ്മിനായി എന്നെ ഒരാൾ ഒന്ന് കണ്ടാ മതി, ഓ നരകത്തിൽ കിടക്കൂല. അങ്ങനെ ഉറപ്പുള്ള വേറെ ആരാ പടുള്ളത്? വേറെ ഏതാ റിക്കാർഡുള്ളത്? നാ ഒന്ന് പറയാം. നരകത്തിൽ കിടക്കൂല എന്ന് മുത്തുനബി പറഞ്ഞ ഒറിജിനൽ നസ്സായ റിക്കാർഡ് വേറെ ആർക്കാ? നമ്മൾ കണക്കൂട്ടിയല്ലേ, സംഗതി അങ്ങനെ തന്നെയാണ്. എന്നാൽ നെസ്സില്ലല്ലോ. നെസ്സല്ല. മൻ റആനി ലാ യദ്ഖുലുൻ നാറ വഹുവ മുഅ്മിൻ, ഈമാനോടുകൂടി ഒരാൾ എന്നെ കണ്ടാൽ, എന്നെ കണ്ടാൽ നരകത്തിൽ കിടക്കൂല. അപ്പൊ ഉറപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇവർക്ക്. എന്ത്? ഇവർ നരക, പിന്നെ ആർക്കാ സർട്ടിഫിക്കറ്റ്? അവരിൽ എന്തില്ലാത്തവരുണ്ട്? ബിസ്മി പഠിക്കാത്തവരുണ്ട്. ഈ ഭൂഗോളത്തിലെ എല്ലാ ഹാഫിളും നിങ്ങൾ കൂടിയാൽ ഒരു സ്വഹാബിയുടെ രോമത്തിന് കതിരുണ്ടാവില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. കാരണം അവർ റസൂലിനെ വിശ്വസിച്ചവരാണ്. റസൂൽ എന്നാണ് ഒരു ഖുർആൻ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മൾ ഖുർആനിൽ നിന്ന് നബിയുടെ ഖദർ മനസ്സിലാക്കുകയാണ്. കിട്ടുയി. അപ്പൊ നമ്മൾ ആഫു വഹാബി. പണ്ടങ്ങനെയല്ല. പണ്ട് റസൂല പ്രധാനം. അവരെഴുതിച്ചത് അബ്ദുക്കൽ മിസ്കീനും
ഇത് നമ്മളതിലുള്ളതുകൊണ്ട് കുടുങ്ങിയതാണ്. മനസ്സിലായില്ല. ഖുസൂസിയത്ത് കൊണ്ട് നബിയെ മനസ്സിലാക്കി, ഖുസൂസിയത്ത് കൊണ്ട് നബിയെ ഉൾക്കൊണ്ടു എന്നത് സുന്നികൾക്ക് വന്ന പിഴവ. നബി അതിൻ്റെയും അപ്പുറത്താണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സൂറത്തുൽ അഹ്സാബിൽ 6-ാമത്തെ ആയത്ത്. അന്നബിയു നബി ഔലാ ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. മിൻ അൻഫുസിഹിം, അവര് സ്വന്തത്തെക്കാൾ, നഫ്സിനേക്കാൾ. അപ്പൊ നിന്റെ നരകവും നബി തമ്മിൽ ഒരു ബന്ധമല്ല. നിന്നെ നബി നരകത്തെ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിലും നിനക്ക് പ്രധാനിയാണ് ആര്? നബി. നമ്മൾ നബിയെ മനസ്സിലാക്കുന്ന നരകത്തെ രക്ഷപ്പെടുത്തിയിരുന്ന ആൾ എന്ന നിലക്കാണ്. ഖബറിൽ തല്ല് വാങ്ങാതിരിക്കാൻ കാരണക്കാരനായ ആൾ എന്ന നിലക്കാണ്. ഖുർആൻ എത്തിച്ചന്നു എന്ന നിലക്കാണ്. നിസ്കാരം പഠിപ്പിച്ചു എന്ന നിലക്കാണ്. അന്നബിയു, ഈ വ്യക്തി ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആൾ. മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം നഫ്സിനേക്കാൾ. അപ്പൊ ഇതൊന്നും നിനക്ക് വിഷയല്ല. ലാഭത്തിന് നബിയെ മനസ്സിലാക്കരുത്, കറാമത്തിന് വലിയ മനസ്സിലാക്കരുത്. ഒരു ഷെയ്ഖിനെ പിടിച്ചു, ആ ഷെയ്ഖിന് കറാമത്തേ ഉണ്ടായില്ല. എന്നാൽ നിനക്ക് ആ ആൾ അത്രയും വലിയ ഷെയ്ഖാണെങ്കിൽ അതാണ് ഷെയ്ഖിയത്തിന് അംഗീകരിക്കല്. ഉസ്മാനുൽ ഹാറൂനിക്ക് കറാമത്ത് ഉണ്ടായില്ല, ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ നിന്നു. പിന്നെ ഹസൻ സെഞ്ചരി എല്ലാവരും പോയി, കറാമത്ത് തേടി വന്നവരൊക്കെ പോയി. ഹസൻ എന്ന കുട്ടി പോയില്ല. അപ്പോൾ ഉസ്മാനുൽ ഹാറൂനി ചോദിച്ചു, നീ എന്താ പോകാത്ത മോനെ? ഞാൻ പോകൂല. അല്ല, കറാമത്തൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഞാൻ കറാമത്തിനൊന്നല്ല, ഞങ്ങൾ തേടി ഒന്നാണ്. അപ്പോൾ 20 കൊല്ലം ആ കുട്ടിയെ കൂടെ നടത്തി ഈ ഉസ്താദ്. ആ കുട്ടിയാണ് ആര്? ഖാജ. മനസ്സിലായില്ല. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ ഇന്ത്യയിലേക്ക് അയച്ചു. ആ വ്യക്തി ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ആളുകൾ മുസ്ലിമായി. കറാമത്ത് തേടിയവർക്ക് കറാമത്തില്ലെങ്കിൽ അടുത്തെടുത്തു പോകും. മനസ്സിലായില്ല. മുഅ്ജിസത്തിൽ നിന്ന് നബിയെ മനസ്സിലാക്കുന്നത് അപാകതയാണ്. മുഅ്ജിസത്ത് നബിക്ക് ഉണ്ട് എന്നുള്ള സത്യമാണ്. നബി നബിയാണ്, നമുക്കുള്ള മധ്യവർത്തിയാണ്. ആരിലേക്ക്? അള്ളാഹുവിലേക്ക്. നമുക്ക് ഉപകാരം കിട്ടിയാലും നബിയാണ്, നബിക്ക് ഉപകാരം കിട്ടിയില്ലെങ്കിലും നബിയാണ്. നമുക്ക് പ്രധാനം നമ്മുടെ ലാഭമല്ല. ഇന്ന് നമ്മൾ നമ്മുടെ ലാഭത്തിലൂടെ മനസ്സിലാക്കുകയാണ്. ലാഭം കിട്ടൂല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതേ സമയത്ത് മനസ്സിലായില്ലേ, ഒരു കൂട്ടക്കാര് ബഷറായ റസൂലിനെ മനസ്സിലാക്കി. അതിനപ്പുറം റസൂലിന് ഒരു ലാഭം അവർക്കില്ല. ഖുർആൻ തന്നു, നിസ്കാരം പഠിപ്പിച്ചെന്നു, മരിച്ചു. അവർ ബഷറിയത്തിലായി. മറ്റുള്ള കൂട്ടക്കാരെ പ്രശ്നത്തോളം അവരുടെ ലാഭത്തിലൂടെ അവർ നബിയെ മനസ്സിലാക്കി. അതൊരു തെറ്റാണ്. കാരണം നിങ്ങളെ ലാഭത്തിൽ നിന്ന് നബിയെ മനസ്സിലാക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ ലാഭം ഉണ്ടോ? ഉണ്ട്, അത് വേറെ വിഷയമാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? ചിരിക്കും. ഇതൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്നെ എന്ത് ചെയ്യുന്നറിയോ, എല്ലാവരും കൂടി അതേ ദ്വാരക്കണേന്ന് പറഞ്ഞ് എൻ്റെ കയ്യെ പിടിച്ച് മുത്തു നിൽക്കുക. നീ അങ്ങനെ വെക്കുക, അങ്ങനെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ എൻ്റെ കയ്യെ പിടിച്ച് മുത്താൻ വേണ്ടി ക്ലാസ് എടുത്തിയാലോ? അതെന്നെ ലാഭമാണോ? അത് കഴിഞ്ഞ പുസ്തകം എന്തെങ്കിലും ചിലവുണ്ടാവുന്നത് നിങ്ങളെല്ലാവരും കൂടി താങ്ങി പിടിച്ചൊരു 5000 രൂപ എൻ്റെ പോക്കറ്റിൽ ഇട്ടെന്നാൽ അതെൻ്റെ ലാഭമാണോ? അതൊക്കെ ഉണ്ട് നോക്കുക. എന്നാൽ തന്നെ ഇതതിൻ്റെ ലാഭമല്ലല്ലോ. 5000 രൂപയ്ക്ക് വേണ്ടി ക്ലാസ് എടുത്താൽ എന്നെ വല്ലതിനും പറ്റുമോ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? എല്ലാവർക്കും ഒരു നെയ്യപ്പാണെങ്കിൽ എനിക്ക് 2 നെയ്യപ്പം കൊണ്ടു തരും. എന്നെ പെട്ടെന്ന് ഷുഗറാക്കിയിട്ട് അഡിക്റ്റാക്കി കടത്തണം എന്നാണ് ചിലരുടെ ഉദ്ദേശം. അങ്ങനെയാണ്. അപ്പം ചുരുക്കി നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ എൻ്റെ ലാഭമാണോ? അതൊക്കെ ഉണ്ടെന്നത് ശരിയാ, ശരി, അതെൻ്റെ ലാഭമല്ലല്ലോ. നബി മനസ്സിലാക്കണ്ടേ? അങ്ങനെ വരുമ്പോ സുന്നിയുടെ നബി എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നിടത്തെല്ലാം ഉള്ളൊരു നബിയാ. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. അപ്പോൾ നബിയുടെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ മജ്ലിസ് തന്നെ ആയിരിക്കണം. അതാണ് തഅദ്ദുബ്, അതാണ് അദബ്. ഉദാഹരണം പറയാം, സ്വഹാബികൾ ഇപ്പൊ നമ്മളൊരു മൗലിദിന് ഇരിക്കുകയാണെങ്കിൽ മൗലിദ് എന്നത് നമ്മൾ എന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. കാരണം നബിയല്ലേ അവിടെ ജീവിക്കണത്. മനസ്സിലായില്ല? മൗലിദിൽ അവിടെ കാണുന്നത് ആരാണ്? ഹബീബ നബിയാണ്. ആ നബി ജീവിച്ചാലേ ഖുർആന് വിലയുള്ളൂ. ആ നബിയിലൂടെ ഖുർആൻ തന്നിട്ടുള്ളൂ. ആ നബിയുടെ മുതലാണ് എന്ത്?
ഖുർആൻ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? നിന്റെ ഓത്തിനെ സ്വഭാവ ശരി കണക്കാക്കേണ്ട നബിയ, നിന്റെ കൂലി ഒക്കെ നബിയ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ എന്താണ്? നബിയ. ഈ ഓത്തില നോക്കുക. ഖുർആൻ ദിവസം ഓതൽ, ഫാത്തിഹ ഓതൽ മാത്രമല്ലേ നിർബന്ധമുള്ളൂ? ഖുർആൻ ദിവസം ഓതൽ നിർബന്ധമാണ്. നബിയ ഓരോ സെക്കൻഡിൽ ഫാത്തിഹ തന്നെ 5 വക്തിൽ ഓതലല്ലേ നിർബന്ധമുള്ളൂ. അതേസമയത്ത് നബി സദാസമയവും നിന്റെ കൽബിൽ ഉണ്ടാകണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. സദാസമയം ഞാൻ കാണിച്ചു തരാം. പണ്ട് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന മൗലിദുകളുടെ ഒരു സ്വഭാവം പറയാം. നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന മൗലിദ് എന്ന് പറഞ്ഞാൽ, നമ്മളെ വീടുകളിൽ അക്കാലത്ത് മുകളിലിടാൻ ഒന്നുമില്ല. പിന്നെ നമ്മൾ തെങ്ങിൻ്റെ പട്ട, അതേപോലെ തന്നെ നമ്മളെ ഈന്തിൻ്റെ ഓല, അതൊക്കെ ഇതിൻ്റെ വല്യപ്പാട കാലം മുതലേ വല്യപ്പാട പറമ്പിലൊക്കെ ഈന്ത് വെട്ടിയിരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ മുറ്റത്ത് മുഴുവനും നിറക്കും. എന്നിട്ട് അവർ പായ വിരിക്കും. പായ വിരിച്ചിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? അച്ചിപ്പായാണ് മിക്കവാറും. അതിനുവേണ്ടി അച്ചിപ്പായൻ്റെ കൂട്ടുണ്ടായി വെക്കും. അച്ചിപ്പായ എന്ന് പറയാം. അച്ചിപ്പായ എന്ന് പറഞ്ഞാൽ അളിയാക്ക വിരുന്ന് വരുമ്പോഴും മൗലൂദിന് മാത്രം എടുക്കുന്നതാണ് എന്ത്? അച്ചിപ്പായ. മറ്റേ മുണ്ടോലപ്പായാണ്. മുണ്ടോലപ്പായ നിങ്ങൾക്ക് അറിയില്ലേ? മറ്റേ കൈത. ഈ കൈതൻ്റെ മുള്ള് കളഞ്ഞ പായാണെങ്കിൽ ബാപ്പ കരഞ്ഞോല് വിളിച്ചാലും ഉമ്മ അതേ കൊടുക്കുള്ളൂ. മറ്റത് രണ്ടിനാ. ഒന്ന് മരുവൻ വിരുന്ന് വരുമ്പോൾ, 2 മൗലൂദിന്. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ മേലെ വെള്ളം അങ്ങനെ വിരിക്കും. ഇത് ഭാര്യ ബഹുമാനിച്ചത്. വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്. റസൂലാണ് പറയാം, അദബ് പാലിക്കുക. ഒരാളെണീറ്റ് വരും. ഒരാളെണീറ്റ് വാടാ. ജോടി ഇരുന്നു. നമുക്കിപ്പോൾ തന്നെ പേടിയായി. റസൂലുള്ളാഹിന്റെ സദസ്സ്. എൻ്റെ കോലം കാട്ടാൻ കേട്ടോ. അങ്ങനെ നല്ല ഇതിപ്പൊന്നും കാട്ടാൻ നമുക്ക് കാട്ടാൻ കഴിയൂല. എന്നാൽ ഞാനൊരു കോലം കാണിച്ചു. അവരുടെ ഇരുത്തം കണ്ടാൽ അവരുടെ തലക്ക് മുകളിൽ ഒരു പക്ഷി വന്നിരുന്നിട്ടുണ്ട്. ആ പക്ഷി പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തല താഴ്ത്തി കൊടുത്തതാണെന്ന് തോന്നിപ്പോകും. അതാണ് സ്വഹാബത്ത്. അതായത് എങ്ങനെ ഇരിക്കൂല ഒരു സ്വഹാബി? നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കൂല. വജുലസാഉഹു, നബിയുടെ മുന്നിൽ ഇരുന്നിരുന്ന ആളുകൾ അത്രക്ക ജുലസാഉ, അങ്ങനെ ഇരിക്കും. എവിടെ പറഞ്ഞ അവിടെ ഇരിക്കും. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി ഇജ്ലിസു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ മുറ്റത്ത് വെയിലത്തടിയിരുന്നു. പിന്നെ ഒരാട്ടി പോയില്ല. മനസ്സിലാക്കി? അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു എന്ന് പറയണ്ട മക്കളെ. എന്താ പടച്ചോനെ, യൂറോപ്യന്മാർക്കെതിരെ ഇന്നിപ്പോൾ നമ്മൾ പോക്കറ്റിലിട്ട ബായി എന്ന് നടക്കുന്ന യൂറോപ്യന്മാരില്ലേ, യൂറോപ്യന്മാരോട് ഉള്ള യുദ്ധത്തിൽ വഫാത്തായ ആളാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ. ഖതീബുൽ അൻസാരികളിലെ ഏറ്റവും പ്രഗത്ഭനായ ഫസീഹുമാണ്, പ്രഭാഷകനാണ്. അങ്ങനെ പ്രസംഗിച്ച മനുഷ്യന്മാർ വീണു. ആ ജാതി പ്രസംഗ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഭയങ്കര റസൂലുള്ളാഹിന് ഇഷ്ടം. ഒരിക്കൽ വന്നിട്ട് പള്ളിൻ്റെ മുറ്റത്തെത്തുമ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇജ്ലിസു, അവിടെ ഇരുന്നു. റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഒരാൾ ഇങ്ങനെ നോക്കൂല. ആ അദബ് മുൻപുള്ളവർക്കുണ്ട്, നമുക്കുണ്ടോ? നമുക്കതബില്ലല്ലോ. വഅലമു അന്ന ഫീക്കും റസൂലുള്ളാഹ്. മൗലിദിന്റെ സദസ്സ് ഒരു ഗഫലത്തല്ലാതെ എന്താണ് നമ്മളെ മൗലിദ് സദസ്സ്? തുടങ്ങുന്നതിന് മുമ്പ് നിർത്താൻ പൂതിയാണ്. തുടങ്ങുന്നതിന് മുമ്പ് നിർത്താൻ പൂതിയ. ഒരു അരിയെ തോതിയെങ്കിൽ ഓടി. ഒരു മുദരിസ്
നാട്ടിലെ മുദരിസിനെ അടക്കം കഴിഞ്ഞ കൊല്ലം എന്നെ മൗലിദിന് വിളിച്ചു. ഈ പോയിന്റ് അക്കരത്തെ ഒരാള്. അപ്പൊ മൗലിദ് തുടങ്ങുന്നതിന് മുമ്പ് അഡ്വാൻസ് എന്നോട് മുദരിസ് ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങളെ വാപ്പാരൊക്കെ 1-2 ഹദീസേ ഓതലുള്ളൂ. എന്നോട് പറയാനൊരു കാരണമുണ്ട്. എന്ത്? ഫുൾ ഓതണം എന്ന് പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അഡ്വാൻസ് ജാമ്യം എടുക്കുക. അവനൊന്നും മിണ്ടിയില്ല. അയാൾ വിളിച്ചല്ലേ. ഇക്കൊല്ലം എന്നെ മൗലിദിനെ വിളിച്ചില്ല. എന്താന്ന് എനിക്കറിയില്ല. ഞോൻ്റെ പേരിൽ മൗലിദ് ഇല്ലാത്തത് കൊണ്ടാണോ, ഞാൻ നീരസത്തിൽ പോരണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയാം. ഇക്കൊല്ലം വിളിക്കുമെന്ന് ഞാൻ കഴിഞ്ഞൊല്ലം കണക്കൂട്ടിന്. അന്ന് അപ്പം തന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു, മുദരിസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കരുത്. കാരണം എനിക്ക് മൗലിദോടാണെങ്കിൽ പൂർത്തിയാക്കുള്ളൂ. ഇത് ഞാൻ ആയി കുറ്റം പറയല്ല. ഇവരൊക്കെ സുന്നികളുമാണ്, നല്ല സുന്നികളാണ്. പക്ഷെ റസൂലുള്ളാഹിനോടുള്ള അദബ് നമുക്ക് ഇല്ല. ഉദാഹരണം പറയാം, സ്വഹാബത്തിന്റെ സദസ്സ് എന്നാണ് ഇതാ. തലങ്ങനെ അവരെ തലയിൽ എന്തുണ്ടെന്ന് തോന്നും. പക്ഷി എന്തോ ഇരിക്കുന്നുണ്ട്. അവർ തല ഇളക്കിയാൽ, തല ഇങ്ങനെ പൊന്തിച്ചാല് ആ പക്ഷി പറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് പക്ഷി ഇരിക്കാൻ വേണ്ടി ചൊറുകം അവര് തല ഇങ്ങനെ താഴ്ത്തി കൊടുത്തതാണോ എന്ന് തോന്നിപ്പോവും. അങ്ങനെയാണ് അവരിരിക്കുക. അദബ് ആരോടുകൂടെ? മാറസൂലില്ല. അപ്പോൾ അള്ളാഹുവിന്റെ സുന്നികൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനോട് അദബ് പാലിക്കണം. ആ അദബ് ഇന്ന് സുന്നികൾക്ക് ഇല്ല. നമ്മളെ അവനാൻ റസൂല് നമുക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി തരുന്ന ആള്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഒന്ന്, നീ സിദ്ദീഖിലേക്ക് പഠിക്ക്. സിദ്ദീഖിന് ബഷർ പ്രശ്നമല്ല. മനസ്സിലായില്ല? ഇപ്പൊ ബഷറിയത്തിന് ചില ലാഭങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ നബി ബഷറിന്റെ ഗുണങ്ങളൊക്കെ നബിക്ക് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറയാം, കുട്ടി ജനിക്കുന്നതിന് മുമ്പേ ബാപ്പ മരിച്ചു. അപ്പോ ഒരു നഷ്ടമാണ് പ്രത്യക്ഷത്തിൽ. അത് ബഷരിയത്തിന്റെ നഷ്ടമാണ്. 6-ാം വയസ്സിൽ ഉമ്മ മരിച്ചു. അത് ബശരീയത്തിന്റെ നഷ്ട. ഇതൊന്നും ഇല്ലാതാക്കി കൊടുക്കാൻ റബ്ബിന് കഴിയും. മനസ്സിലായല്ലോ? ചിന്തിക്കും. ഓക്കെ, അങ്ങനെ എണ്ണിക്കോളി എല്ലാം. ഹുദൈബിയ സന്ധിയിൽ സ്വന്തം പേര് വെട്ടേണ്ടി വന്നു. അത് ബശരീയത്താണ്. അത് അംഗീകരിക്കാൻ മടിയുള്ള സ്വഹാബികൾ വരെ ഉണ്ടായിരുന്നു. നിങ്ങളെ പേര് വെട്ടാൻ ഞങ്ങൾ അമ്മയ്ക്കൂല, റസൂലുള്ളാഹിനെ വെട്ടണം. വെട്ടി, നബി വാങ്ങി വെട്ടത് ഞാൻ വെട്ടി. സ്വഹാബികൾക്ക് ഇഷ്ടമില്ല അവിടെ വെട്ടല്. ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ നന്മയാണ് നമുക്ക്. ഞങ്ങളെ നബി എന്ത് താഴ്ന്നു നിൽക്കാനും തയ്യാറായ ആളാണ്. വ്യഭിചാരോപണം ഉണ്ടായി ഭാര്യയുടെ മേൽ വ്യഭിചാരോപണം അനുഭവിച്ചതിന്റെ മേൽ പ്രയാസങ്ങൾ എന്തൊക്കെ ഉണ്ടായി, കഷ്ടപ്പാടുണ്ടായി. അപ്പൊ ഈ കഷ്ടപ്പാടുകൾ അങ്ങാടി പ്രസംഗിക്കുമ്പോൾ അത് നമുക്കൊരു സുഖം. എന്ത്? ഇപ്പൊ കാറൽ മാക്സിന് കഷ്ടപ്പാടുണ്ടായി, എംഗൽസിനും ട്രോട്സ്കിക്കും കഷ്ടപ്പാടുണ്ടായി എന്ന് പറയുന്ന സ്ഥാനത്ത് പിറ്റേന്ന് നമ്മൾ നബിയെ പ്രസംഗിക്കുമ്പോൾ അതിനേക്കാൾ വലിയ കഷ്ടപ്പാടുണ്ടായ ഒരു ബഷറാണ് ഞങ്ങളുടെയും റസൂൽ എന്ന് പറയുമ്പോൾ ഭൗതിക ലോകത്ത് നമ്മൾ നബിയെ ആകർഷിപ്പിക്കാനുള്ള പ്രയോഗങ്ങളാണ്. അപ്പൊ ബശരീയത്ത് കൂടുതൽ എത്രത്തോളം നമ്മൾ പറയുന്നു അത്രയും നമുക്കൊരു ഭൗതിക ലാഭം ഉണ്ടാവും. അതുകൊണ്ടാണ് വഹാബിയത്ത് മുഴുവനും നബിയുടെ ബശരീയത്തമ്മ കൂടിയത്. അത് ഞങ്ങളെ ഒരു അറബി പയ്യൻ പറഞ്ഞില്ലേ, ആമിനായുടെ അബ്ദുള്ളയുടെ മകനായി ജനിച്ച ഒരു അറബി പയ്യൻ അങ്ങനെ പ്രസംഗിച്ചു. അത് ബശരീയത്താണ്. അത് കുഫറിനോട് വളരെ അടുത്ത സാധനമാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ സുന്നികളായ നമുക്ക് നമ്മളെ കാര്യമാണ്. നമുക്ക് നബിയുടെ പ്രത്യേകതകളിലൂടെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മളെ നരകത്തിന് രക്ഷപ്പെടുത്തി തരണം, നമുക്ക് അബ്ദുൽ കൗസർ തരണം, നമുക്ക് ഷഫാഅത്ത് തരണം. എന്നാ സിദ്ദീഖ് അതാണ് സിദ്ദീഖിൽ നിന്നാണ് ഈമാൻ പഠിക്കേണ്ടത്. സിദ്ദീഖ് ഈമാൻ പഠിക്കണം. നിങ്ങൾ നല്ല ഉഷാറിലാണെങ്കിൽ ഞാൻ ഈ പ്രസംഗം 2 മിനിറ്റ് കൂടി കൂട്ടിത്തരാം. സിദ്ദീഖ് ഈമാൻ പഠിക്കണം. മിനൻ നബിയീന സിദ്ദീഖീന അല്ലേ? ഏതാ സൂറത്ത്? നിസാ 69. എത്രയാ നോക്ക്. മിനൻ നബിയീന സിദ്ദീഖീൻ. സിദ്ദീഖിയത്ത് എന്ന് പറഞ്ഞാണ് ഈമാൻ. സിദ്ദീഖിന് ലാഭം പ്രശ്നേ അല്ല. സിദ്ദീഖ് ലാഭത്തിൽ നബിയെ കണ്ടിട്ടുമില്ല. ബശരീയത്ത് നബിക്കുണ്ടാകുമ്പോൾ
മനസ്സിലായില്ലേ? എല്ലാവർക്കും ബേജാറാണ്. റസൂലുള്ള മരിച്ചപ്പോൾ എല്ലാവർക്കും ബേജാറായി, സിദ്ദീഖിന് ബേജാറായില്ല. എന്തുകൊണ്ട്? ബഷരിയത്തിന് മിക്കുണ്ടാവുന്ന സിദ്ദീഖിന് അറിയും. മെഹറാജിനെ സിദ്ദീഖിനെ ബാധിച്ചതുമില്ല. അപ്പൊ ഖുസൂസിയത്തിലും ഇല്ല, ബശരിയത്തിലും ഇല്ല. ആര്? സിദ്ദീഖ്. സിദ്ദീഖ് അതിന്റെ അപ്പുറത്തെ ആളാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. തന്നെ കാണണേ ഇല്ല. ആര്? സിദ്ദീഖ്. എന്താണ് സിദ്ദീഖ്? അയ്യുൽ അമാലി അഹബ്ബു ഇലൈക യാ അബൂബക്കർ. അബൂബക്കർ നിങ്ങൾക്ക് എത്ര? 69 ഇരുന്നു. നിസാ 69. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ എന്താ സിദ്ദീഖ് പറഞ്ഞത്? ഉമർ ബിൻ ഖത്താബ് വരെ എന്ത് പറഞ്ഞു പോയി ഒരിക്കൽ, അൻത അഹബ്ബു ഇലയ്യ ഇല്ലാ മിൻ നഫ്സി. എന്റെ നഫ്സ് മാറ്റിവെച്ചാ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ്. മനസ്സിലായില്ല? അങ്ങനത്തെ ഒരു വാക്ക് ആര് പറഞ്ഞിട്ടില്ല. ഇനി ഉമറിലേക്ക് എന്ത് കയറണം? പറ സിദ്ദീഖ് കയറിയാൽ ഉമർ ആരായി? സിദ്ദീഖിയായി. സിദ്ദീഖിന് കയറണം. സിദ്ദീഖിയായി. ലാഭത്തിന് വേണ്ടിയല്ലാതെ നബിയെ ഉൾക്കൊണ്ട ആളാണ്. ഈമാനിന്റെ അടയാളം, ഈമാനിന്റെ നാട്ടക്കുറ്റി. ഈ ലോകത്തുള്ള ഒരു ഈമാൻ ഒരു തട്ടിലും സിദ്ദീഖിന്റെ ഈമാൻ ഒരു തട്ടിലും എന്ന് പറഞ്ഞ സിദ്ദീഖിന്റെ ബാൽപ്പത്തരം പറഞ്ഞതല്ലടാ അന്തം വിട്ടോനെ. സിദ്ദീഖിനെ ഉൾക്കൊണ്ടെന്ന് പറഞ്ഞ നമ്മളത് സിദ്ദീഖിനെ വൽപ്പത്തരം പറയാനാ. സിദ്ദീഖിനെ വൽപ്പത്തരം അല്ലടാ എങ്ങനെ പറഞ്ഞേ. ഇത് സിദ്ദീഖിനെ കുടിച്ചോ. ഉമർ സിദ്ദീഖിയായാൽ മുഅ്മിനായി, ഉസ്മാൻ സിദ്ദീഖിയായാൽ മുഅ്മിനായി, അലി സിദ്ദീഖിയായാൽ മുഅ്മിനായി. ഒരിക്കൽ ഉമർ സിദ്ദീഖിയായില്ല. അപ്പോൾ ഇപ്പോൾ മുഅ്മിനായിട്ടില്ലായിരുന്നു. ലാഭം വിഷയമല്ല, സിദ്ദീഖിന് നബിയാണ് വിഷയം. परवाना को चिराग है, बुलबुल को फूल बस, सिद्दीक के लिए खुदा और खुदा का रसूल बस. അതാണ് സിദ്ദീഖ്. സിദ്ദീഖിന് ഒന്നും ആവശ്യമില്ല, സിദ്ദീഖ് റസൂലാണ്. തിരിഞ്ഞില്ല. ചിന്തിക്ക് തലക്ക് കൊടുത്ത് കയറ്റണതൊക്കെ മനസ്സിലായില്ല. ഒന്നുകൂടി പറയാം. അതായത് സിദ്ദീഖ് ആവാത്തൊരു ഘട്ടം ഒരിക്കൽ ആർക്കുണ്ടായി? ഖത്താബിനുണ്ടായി. അപ്പോൾ നബി ഈമാനിന്ന് പുറത്താക്കി. നിങ്ങൾക്ക് ഇപ്പോൾ ഈമാൻ ഉണ്ടായിട്ടില്ലായിരുന്നു. കാരണം നിങ്ങൾ ആരാകണം? സിദ്ദീഖ് ആവണം. അങ്ങനെ അതാണ് മിനൻ നബിയീന. അപ്പൊ ആരാകണം? സിദ്ദീഖ് ആകണം. എന്നുവെച്ചാൽ മുഅ്മിനാവും. ആയിട്ടില്ലേ? അതായത് ലാഭത്തിന് വേണ്ടി അല്ലാതെ ആരെ കയറ്റണം? ലൈക്ക് ഫനാവ് എന്ന് പറയും. ലൈക്ക ആരിൽ? നബിയിൽ. അതന്നെ സിദ്ദീഖിന്റെ മാത്രല്ല ചെങ്ങായി പറഞ്ഞത്. ഈ ലോകത്തുള്ള ഈമാൻ ഒരു തട്ടിലും സിദ്ദീഖിന്റെ ഈമാൻ തട്ടിൽ സിദ്ദീഖെ വില വെക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉദാഹരണം ആരാണ്? സിദ്ദീഖാണ്. സിദ്ദീഖിൽ എത്തുന്നത് വരെ നിങ്ങളെ ഈമാന് കമാലിയത്തിൽ ഉണ്ടാവില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പം ഒരിക്കൽ അതിന് അവിടെ നേരെ എതിര് വരികയാണ്. ആർക്ക്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് വലിയ ആളല്ലേ. എന്താ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അന്ത അഹബ്ബു ഇലയ്യ, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ്. ഇല്ലാ മിൻ നഫ്സി, എന്റെ നഫ്സാണ് മാറ്റി വെച്ചാൽ എനിക്ക് അപ്പൊ ഏറ്റവും ഇഷ്ടം എനിക്ക് ആരോടാണ്? എന്നോട്. നമ്മളെപ്പോൾ തന്നെ നമുക്ക് നരകത്ത് മാറ്റി രക്ഷപ്പെട്ട് അവിടെയൊക്കെ എങ്ങനെ മന്തിയൊക്കെ തിന്നണം. നമ്മൾ പറയുമ്പോൾ അങ്ങനെ സ്വർഗത്തിൽ പൊരിഞ്ഞ പക്ഷിയൊക്കെ ചാടണം. അതിൽ വലിയ രസമുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ പക്ഷി പൊരിഞ്ഞാടിയാൽ, പക്ഷിനെ പൊരിച്ചാലല്ലേ അങ്ങനെ രസമുള്ളൂ. പുറത്തോക്കണ്ട. അന്ന് ഇജ്ജ് വിചാരിച്ചൊന്നും ആയിക്കോളന്നില്ല. മന്തി തിന്നാനൊന്നും അങ്ങോട്ട് പോകണ്ടടാ. അവിടുത്തെ മന്തി ഒന്നും ഒരാൾ തിന്നൂല. അവൻ അള്ളാഹുവിനും റസൂലിനും ഫന ആവും. പിന്നെ മന്തി ഒന്നും തിന്നാൻ നേരം കിട്ടൂല. പെണ്ണുങ്ങളെ പെരി പോയാൽ നിർത്തിപ്പരിച്ച കോഴിട്ടെന്ന് വിചാരിച്ച ഒരുത്തൻ പെണ്ണിട്ടി. പിന്നെ ഓളെ കൂടെ ഒരു ദിവസം കഴിഞ്ഞ് ഓളൊപ്പം നടന്നു വന്ന് ബീച്ചിൽ പോയി വന്നപ്പോഴത്തേന് പിന്നെ കുട്ടികളെ ചോറുണ്ടാക്കി വെച്ചിട്ട് നിർത്തിപ്പൊരിച്ച കോഴിൻ്റെ പറഞ്ഞാൽ അത് നാളെ തിന്നമ്മേന്ന് ഓൻ പറയാം. എന്തുകൊണ്ട്? ഓൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം മായ്മാനോടും അമ്മോശാക്കാനോടും വർത്താനം പറഞ്ഞ് പുറത്ത് സിറ്റ് ഔട്ടിലിരുന്നിട്ട് കോഴി തിന്നുന്ന നേരം അത്രയും ഓളെ സാമീപ്യം നഷ്ടപ്പെടുന്ന ബേജാറായിരിക്കും ഓനുണ്ടാകുക.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആ നിർത്തിപ്പൊരിച്ച കോഴി ഓൻ തിന്നൂല. പിറ്റേന്ന് ഓന് നിർത്തിപ്പൊരിച്ച കോഴിമലാണ് ഓൻ്റെ പൂതിയെങ്കിൽ ആ പെണ്ണുങ്ങൾ ഓൻ തമ്മിൽ വല്ലാതെ മുന്നോട്ടോട്ട് പോകൂല. മന്തി തിന്നാൻ വേണ്ടി സ്വർഗത്തേക്ക് പോണ അന്തം വിട്ടോരേ. മനസ്സിലായി പറഞ്ഞു. നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്ന റസൂലല്ല സിദ്ദീഖിൻ്റെ റസൂൽ. സിദ്ദീഖിന് നബി ബഷറാവുന്നതിൽ ഒരു പ്രശ്നമില്ല. സിദ്ദീഖിന് നബി മൊയ്സത്തുണ്ടായ അതിൽ അതും വിഷയമല്ല. സിദ്ദീഖിന് എന്താ വിഷയം? റസൂലിൽ ഫന ആകലാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് എന്ത് ചെയ്തത്? സ്വന്തം തള്ളവിരൽ വെച്ചു കൊടുത്ത് പാമ്പടിച്ചോട്ടെ. ഫന ആണ്, നബിയിൽ ഫന ആണ്. 3 ആൾ കുത്തി കിട്ടി മരിച്ചിട്ട് സിദ്ദീഖ് കുത്തി കിട്ടി മരിച്ചില്ലല്ലോ. എന്തേ? സിദ്ദീഖിന് കുത്തേണ്ട ആവശ്യമില്ല. സിദ്ദീഖ് ഓരോ നേരത്തും കുത്തിയിട്ടിയ ആളാണ്. 3 ആൾക്കും പള്ളമ കുത്തിയിട്ടിയല്ലേ മരിച്ച്? അയ്യയ്യ എൻ്റെ അന്തം വിട്ടോരെ. ഉമർ ബിൻ ഖത്താബിന് കുത്ത് കിട്ടിയല്ലേ മരിച്ചത്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ തല അറുത്തല്ലേ മരിച്ചത്. അലി ബിൻ അബി ത്വാലിബിന് കുത്ത് കിട്ടി അറുത്ത് തലക്ക് വെട്ടി അല്ലല്ലേ കൊന്നത്. സിദ്ദീഖോ വായി കടന്ന് റായത്തായി മരിച്ചു. എൻ്റെ എന്നാലും ഓലെടുക്ക സിദ്ദീഖിന് എടുക്കുമ്പോഴൊന്നും എത്തൂല. എന്തുകൊണ്ട്? സിദ്ദീഖിൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിട്ടിട്ടില്ല. സിദ്ദീഖ് ഫന ആണ്. ആരിൽ? നബിയിൽ ഫന ആയാൽ ഷഹീദായിരിക്കും. ഷഹീദ് പറഞ്ഞാൽ ഷഹീദിന് ഒരിക്കൽ ഷഹീദായാൽ മതി. ഫന അയാൾക്ക് ഓരോ സെക്കൻഡും ഷഹീദാകണം. പണിയാണ്. സിദ്ദീഖിന് ലാഭം വേണ്ട. സിദ്ദീഖിന് നബിയാണ്. അത് ബഷറാണോ ആയിക്കോട്ടെ, അല്ല വലിയ മൊയ്സത്തിലാണോ ആയിക്കോട്ടെ, അതോ രണ്ടും സിദ്ദീഖിന് വിഷയമല്ല. സിദ്ദീഖിന് അയ്യുൽ അമാരി അഹബ്ബുയിലൈക അബൂബക്കർ, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അന്നദുറു ഇലാ വജ്ഹിക. നിങ്ങൾ മുഖത്തേക്ക് നോക്കുക. അത് ഇഷ്ടത്തിന് അവസാനം. ഒരുത്തന് ഒരാളെ കണ്ടിട്ട് പൂതി ചെയ്യണില്ലെങ്കിൽ അത് ഇഷ്ടത്തിന് അവസാനം. അതിനൊക്കെ ഇനിയും വിശദീകരണമുണ്ട്. ഒന്നും പറയാൻ മാത്രം നിങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അതിനോട് പ്രായപൂർത്തിയാകില്ല. ഇഷ്ടം എന്ന് പറഞ്ഞ ഒരു നോട്ടാണ്. കാണുന്ന കൂട്ടിയിട്ട് കയറി ചെയ്യുക, അത് പൂതി ചെയ്യൂല. അല്ലെങ്കിലും നിങ്ങളിപ്പോൾ എന്തിനാ ഈ ലോകത്തെ അമൽ ചെയ്യണത്? അള്ളാനെ കാണാൻ. അള്ളാനെ കാണൽ, അതായത് ഏറ്റവും ലാസ്റ്റ് ഒരുത്തൻ ഉന്നതനായാൽ അവൻ എന്തിനാ അമൽ ചെയ്യണത്? താഴെക്കടയുള്ളവൻ സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്യും. മേലക്ക് പോയാൽ പിന്നെ എന്തിനു അമൽ ചെയ്യും? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി അമൽ ചെയ്തത് എന്തിനാണ്? അള്ളാന്റെ റൂയത്തിന്. അപ്പൊ അവസാനത്തെ ലാഭം ഇതിലല്ല. അവസാനത്തെ ലാഭം കണ്ണിലൂടെ. സിദ്ദീഖിന് ലാഭം മൊത്തത്തിലാണ്. അള്ളാനെ കാണില്ല, അപ്പൊ നബിയെ കാണാണ്. നബിയിൽ ഫനായി. ഇതന്നെ ഇതിന് പിരാന്ത് നല്ല അറിയാം. ഈമാനായ പിരാന്തല്ലേ. ഹത്താ യുഖാല ഇന്നഹു മജ്നൂൻ. ഓന് പിരാന്തനാണ് മനുഷ്യന്മാർ പറയാൻ തുടങ്ങിയാലേ ഓ മുഅ്മിനാവും. ഫനാ ആണത്. ഒരാളെ ഫനാ മനസ്സിലായില്ല. ഇത് പേട്ടിൽ നിറക്കലാണ്. ഇത് കൽബിൽ നിറക്കണ ഇതാണ്. നമ്മൾ അവസാനത്തെ സായുജ്യം അള്ളാനെ കാണലാണ്. സിദ്ദീഖിന് മുഴുവൻ ഒറ്റ സായുജ്യമുള്ളൂ. എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? നിങ്ങളൊക്കെ നോക്കുക. നിങ്ങളങ്ങനെ നോക്കന്നെ. അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. നിങ്ങൾ മൊത്തം നോക്കി അങ്ങനെ ഉത്തരിക്കുന്നു. അപ്പോൾ റുഇയത്ത്, ലിഖാഇന്റെ റുഇയത്ത്. ആരെ കാണണം? അള്ളാനെ കാണണം. അള്ളാനെ കാണാൻ വയ്യില്ല. അപ്പൊ ആരെ കാണണം? നബിയെ കാണണം. നോക്കിയെന്നെ. അപ്പൊ സിദ്ദീഖ് സത്യത്തിൽ സ്വർഗത്തിലാണ്. എവിടെ തന്നെ? ദുനിയാവ് തന്നെ. സ്വർഗത്തിലെ ഏറ്റവും വലിയ ലാഭം റുഇയത്തല്ലേ? സിദ്ദീഖിന് ദുനിയാവിലെ ലാഭം എന്താണ്? റുഇയത്താണ്. നമുക്കടുത്ത നബി എന്നല്ല. പഴയ കാലത്തെ ആളുകൾ മൗലൂദിനെ വെളുത്ത മുണ്ടും വിരിച്ച് ആകെ ഒരു പനനീർ കൊടയും, നല്ല ഒറിജിനൽ പനനീർ കൊടഞ്ഞ് പോപ്പിച്ച് ഇങ്ങനെ. എന്നിട്ട് അവരവിടെ ഇരിക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലി എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം. അവർ ഫനായിലാണ്. ആരില്? ഹബീബായ നബിയില്, പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ചോറ് കിട്ടിയെങ്കിലായി. അവസാനത്തെ വട്ടത്തിലൊന്നും ഉണ്ടാവില്ല. എന്നാൽ ജനങ്ങൾ പോലും വരും. എന്തുകൊണ്ട്? ഇന്നിപ്പോ ഒരു 4 ചെവിതാൻ ചോറെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ പോവില്ല. ചോറ നമ്മളെ വിഷയം.
മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഫനാ എന്നെ എല്ലാവർക്കും ഫനാകും. സിദ്ദീഖ് നബിയെ കണ്ടത് ഇതിലൂടെ. അതാണ് അന്നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. അവിടേക്ക് നമ്മളവിടെ എത്തണം, അവിടേക്ക് നമ്മൾ കയറണം, കയറിപ്പോകണം. അവിടേക്കാണ് കയറിയാൽ നമ്മൾ ആരായി? ഈമാൻ്റെ അടിയിലെത്തി. അപ്പം തന്നെ നമ്മൾ മുഅ്മിനായി, അപ്പം തന്നെ നമ്മൾ വലിയുമായി. അല്ലാഹു തൗഫീഖ് തരട്ടെ. വിലായത്തിൻ്റെ ആദ്യപ്പടി റുയത്തുൽ മുഹമ്മദിയത്താണ്. മുഹമ്മദിയത്തിനെ കാണലാണ്. മുഹമ്മദിയത്തിനെ കാണാം. അത് കാണാൻ കഴിയില്ല, അതിൻ്റെ ഷറഫ് കാണണം. റസൂലുള്ളാഹിന്റെ മഹത്വം, ആ ഷഖ്സിയത്ത്, നബിയുടെ ആ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ കാണാൻ വലിയനെ കഴിയുള്ളൂ. ആ അവസ്ഥയെത്തിയാൽ നീ ആരായി? വലിയായി. നബിയിൽ അങ്ങോട്ട് ഫനാ ആവുന്നെ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അവിടെ നിന്നാണ് ഇനി നമ്മൾ അവിടെ നിന്നിട്ട് നമ്മൾ ആമിന ബീവിയിലേക്ക് നോക്കണം. അപ്പോൾ ആമിന ബീവിക്ക് ഫാത്തിഹ ഓതാൻ കഴിയില്ല. ഇന്ന് നേരം വിളിച്ചിട്ട് ആമിന ബീവിക്ക് ഫാത്തിഹ ഓതിയവർക്ക് കൈപൊക്കാം. എല്ലാ കാലവും അബ്ദുള്ള എന്നൊരു ആമിന ബീവി ഫാത്തിഹ ഓതണം എല്ലാ ദിവസവും. കാരണം അവരാരാ? അവരിന്നല്ലേ റസൂൽ ഉണ്ടായത്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ ഞങ്ങളോട് തന്നെയല്ലേ പറഞ്ഞത്? ആ ഖബറിന്റെ മണ്ണിന്റെ ഷറഫ് അതാണെങ്കിൽ ആമിന ബീവിന്റെ വയറിന്റെ ഷറഫ് എത്രയാ? ഒരു ഹിക്കായത്തിൽ ഞാൻ കണ്ടു, എവിടെയാ കണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ആകാശവും ഭൂമിയും കൂടി പിൽക്കാലത്ത് തർക്കിച്ചു അത്രേ. മസ്കനുൽ മലായിക, ഞാൻ ഭൂമി പറഞ്ഞു ഞാനാണ് വലിയ ആള്, ആകാശം പറഞ്ഞു ഞാൻ. അതൊരു ചില ഒരു കാൽപ്പനികത്വമായിരിക്കാം, എന്നാലും മഹാന്മാരായ ആളുകളുടെ കാൽപ്പനികത്വമാണ്, അതിനും വലിയ വില ഉണ്ട്. എന്താ? ആകാശം ഭൂമി പറഞ്ഞു ഞാനാണ് വലിയ ആള്. അപ്പൊ ആകാശം പറഞ്ഞു ഇജ്ജ് വലിയ ആളല്ല, ഞാനാണ് വലിയ ആള്. മസ്കനുൽ മലായിക, മലക്കുകളൊക്കെ എൻ്റെ മേലാണ് പാർക്കുന്നത്. അപ്പോൾ ഭൂമി പറഞ്ഞു അത്രേ വഫീ ബത്നി മുഹമ്മദ്, മിണ്ടരുത്, എൻ്റെ പത്നിയിലാണ് മുഹമ്മദ് ഉള്ളത്. സക്കനത്തിസമ. അപ്പോൾ ആകാശം ഉണ്ടാക്കാൻ നിർത്തി, പിന്നെ ഉണ്ടില്ല. ഒരു കാൽപ്പനികത്തെ ഒരു സാഹിത്യകാരന്, പക്ഷെ എനിക്ക് വലിയ വിലയുണ്ട്. അതായത് ആകാശം മലക്കുകളെ എന്റെ മേലാണ് പാർക്കണേ, അതൊന്നും. അപ്പോൾ ഭൂമി പറഞ്ഞു വഫീ ബത്നി മുഹമ്മദ്, എൻ്റെ വയറിൽ ആരുണ്ട്? മുഹമ്മദ്. നീ അവിടേക്ക് നമ്മൾ എത്തുക. വഅലമു അന്ന ഫീക്കും, വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്, വഅലമു മുഅ്മിനീങ്ങളെ നിങ്ങൾ അറിയുക, അന്ന ഫീക്കും റസൂലല്ലാഹ്, നിങ്ങളെ ഉള്ളിൽ റസൂലുള്ളാഹ് ഉണ്ടെന്ന് നിങ്ങൾ എത്തിച്ചേർന്നാൽ നിങ്ങൾ ആരായി? മുഅ്മിനായി. അതുവരെ മുഅ്മിനാവില്ല. അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നബി പാർക്കാനുള്ള ഒരു സാധന, അത്രയേ ഉള്ളൂ. നമ്മൾ കണ്ടില്ലേ പാനീസിന്റെ ഉള്ളിൽ വിളക്ക് വെക്കും. പിന്നെ വിളക്കിന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം മാത്രമാണ് എന്ത്? പാനീസ്. എനിക്ക് റസൂലുള്ളാഹിക്ക് കുടിപ്പാർക്കാനുള്ള ഒരു സാധനമാണ് നീ എന്ന് മനസ്സിലാക്കിക്കോ. എൻ്റെ ഉള്ളിൽ എനിക്കൊരു മാത്രമല്ല, എനിക്ക് എന്താ ഉള്ളത്? ലസാനുൽ ഫതാനി സുഫുൻ വനിസ്ഫുൻ ഫുആദു ഫമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. ഇത് ചോദി കവിത നല്ല കവിതയാണ് അതൊക്കെ. ലിസാനുൽ ഫതാനി സുഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. പകുതി നിന്റെ നാവ, പകുതി നിന്റെ ലിസാനുൽ ഫതാനി സുഫുൻ ഫനിസ്ഫുൻ ഫുആദു. നീ മനുഷ്യൻ എന്നാൽ പകുതി നാവും പകുതി ഹൃദയവുമാണ്. ഫമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. പിന്നെ കുറച്ച് ഇറച്ചിയും ചോരയും, അത്ര തന്നെ. അതാണല്ലോ ഈ. അപ്പൊ അതൊക്കെ ഒരു കേസാണ്. ആർക്ക് പാർക്കാൻ? ഹബീബ നബി പാർത്താൽ നിന്റെ ഖൽബ് അർശിൽ ആരുണ്ടാവും? അല്ലാഹു ഉണ്ടാവും. അപ്പൊ അല്ലാഹു റസൂലും നിൽക്കാനുള്ള സാധനം മാത്രമാണ് ഈ. ഇപ്പൊ ആരായി? മുഅ്മിനായി. അപ്പൊ നിന്റെ തടി എന്തിനു വേണ്ടിയാണ്? നരകത്തിന് രക്ഷപ്പെടുത്താൻ നിന്റെ ലക്ഷ്യമല്ല. നബിക്ക് നിൽക്കാനുള്ള ഒരു കേസാണ് ആര്? ആ കേസിന്റെ ഉള്ളിൽ ഫുആദി എന്ന ഉണ്ണിയുണ്ട്. ആ ഉണ്ണി ആർഷാണ്. ആർക്ക്? അല്ലാഹു തആലക്ക്. അല്ലാഹു അവിടെ പാർക്കണമെങ്കിൽ അവിടെ ആര് വേണം? റസൂലാണ്. റസൂലില്ല. റസൂലിനെ ബശറായി പണ്ട് 1400 മുമ്പ് വല്ലതും മറവി ചെയ്തു. പിന്നെ എങ്ങനെയാ എൻ്റെ കൽബിൽ അല്ലാഹു പാർക്കുക? അപ്പൊ എനിക്ക് ഇതൊരു ഒരു പകുതി മരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇപ്പൊ ചെല്ലണത്. പകുതി മരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവനുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് അതിന് ജീവനില്ല, മരിച്ചുപോയി. മനസ്സിലായില്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ രണ്ടാം ഭാഗമാണ് ഇനിയുണ്ട്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് തരട്ടെ.
പിഴവ് സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ പിഴവ് അടിസ്ഥാന പിഴവല്ലെങ്കിൽ പോലും നമുക്ക് തിരുത്തേണ്ടതുണ്ട്. മുൻഗാമികളിൽ നമ്മൾ അകന്നു പോയെന്നേ ഉള്ളൂ. വഹാബികൾക്ക് അടിസ്ഥാനം പഴച്ചു, കേവലം ബഷരിയത്തിൽ മാത്രം ഉടക്കി. റസൂലുള്ളാഹിക്ക് അതിനപ്പുറം അവർ വില കൽപ്പിച്ചതേ ഇല്ല. ഖുർആൻ തരാമെന്ന ഒരാൾ മാത്രമാണ് അവർക്ക് ആര്? റസൂലുള്ളാഹ്. സുന്നികൾക്ക് അടിസ്ഥാന പിഴവല്ലെങ്കിൽ പോലും ഇത് നമ്മളെ എന്തിലേക്ക് നയിക്കും? ഒരു തരം വഹാബിയത്തിലേക്ക് നയിക്കും. കാരണം നമ്മളിലൂടെ നബിയെ കാണുക. മനസ്സിലായി? നബി നിങ്ങൾക്ക് ഒരാൾ മരിച്ചു, അയാളെ ഭാര്യ ഒരാൾ കല്യാണം കഴിച്ച് ആ ഭാര്യക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കൽ ഒരു നല്ല കാര്യമല്ല. അതേ സമയത്ത് റസൂലുള്ളാഹിക്ക് നല്ല കാര്യമല്ല, ഹറാമാണ്. വേറൊരാളെ പെണ്ണുങ്ങളെ കെട്ടി ചെലവിന് കൊടുത്താൽ മതി. റസൂലുള്ളാഹിക്കോ എൻ്റെ പെണ്ണുങ്ങൾക്കോ കെട്ടാ ചെലവിന് കൊടുക്കണം. നിനക്ക് നിന്നെക്കാൾ പ്രധാനമാണ് എന്ത്? നബിയുടെ ഭാര്യമാർ എൻ്റെ ഉമ്മമാരാണ്. ഞാൻ എൻ്റെ ഉമ്മയാണോ? അല്ല. ഉമ്മയല്ലേ? ആണ്. ഭക്ഷണം കൊടുക്കുന്ന മറ്റെല്ലാം നിങ്ങൾക്ക് വാജിബാണ്, എല്ലാം ഇക്രാം വാജിബാണ്. സ്വന്തം മാനെ പോലെ അവരെ പോറ്റണം. എന്നാൽ ഒരു പെണ്ണിനെ കൊണ്ട് ഉപകാരം എടുക്കാനും പാടില്ല. എന്തുകൊണ്ട്? നിന്റെ ഉപകാരത്തിന് അപ്പുറത്താണ് നബി. എന്റെ ഉപകാരം കാണണ്ട, നിന്റെ ഉപകാരം മറന്നാളാ. നിനക്കൊരു ഉപകാരം വേണ്ട, നിന്റെ ഉപകാരത്തിന്റെ അപ്പുറത്താണ് ആര്? പറയേ, ഹബീബ റസൂലുള്ളാഹ്. അതാണ് മുൻഗാമികളുടെ നബി. അപ്പൊ അവർക്ക് നബി മതി. വാ മുഹമ്മദാ, വാ മുഹമ്മദാ. ആദ്യത്തെ യുദ്ധം യമാമയാണ്. യമാമയിൽ വകാന ശിആറുഹും യൗമഇദിൻ വാ മുഹമ്മദാ. യുദ്ധക്കളത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാഞ്ഞ് പിന്നെ യാ വാ മുഹമ്മദാ യുദ്ധം ചെയ്യും. വാ മുഹമ്മദാ. അവരെ കൽബിൽ ആരാളുള്ളത്? ഹബീബായ നബി. ഹബീബായ നബി ഉണ്ടെങ്കിൽ ആ കൽബിൽ ആരുണ്ട്? അള്ളാഹുണ്ട്. അള്ളാഹുണ്ടെങ്കിൽ റസൂൽ ഉണ്ടാവില്ല. നിങ്ങൾ ആരും എന്നെ പഠിപ്പിക്കണ്ട, നിങ്ങളവരെയാക്കന്മാർ പഠിപ്പിച്ചാളി. വിചാരിച്ചെടുത്തുന്ന അപ്പുറത്താണ് ഞാനുള്ളത്. നിങ്ങൾ ഇന്നെ പഠിപ്പിക്കണ്ട, നിങ്ങൾ നബി മാത്രം മതി, അള്ള വേണ്ടേ. എടാ അന്തല്ലാത്തവനെ, അള്ള ഇല്ലാത്തോടത്ത് ആരും ഉണ്ടാവില്ല. വിചാരിച്ച നബിയല്ല. നബി ഉണ്ടാകണമെങ്കിൽ അവൾ ആര് വേണം? അള്ളാഹുവിനെ ഇല്ലാത്തൊരു നബി ഇല്ല. നീ ഒരു കൽബിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുവന്നാൽ, റസൂലുള്ളാഹിനല്ലേ എങ്ങനെ പറഞ്ഞത്? റസൂലുള്ളാഹിനല്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ വലുപ്പത്തിൽ എന്താ? അല്ലാഹ്. ആ മോലിയർക്കൊക്കെ എന്നെ കുട്ടിയാണ്, ഒരു 2 നെയ്യപ്പം കൊടുത്താലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹാസിമിസ്ഥാന്റെ കുട്ടിയാണ്, ഓൻ എല്ലാവർക്കും ഒരു നെയ്യപ്പാണെങ്കിൽ ഓൻ 2 ഉണ്ണിയപ്പം കൊടുത്താൽ അപ്പൊ അവിടെ വലുപ്പത്തിലായിരിക്കാം. അടച്ചോനെ, എന്തൊരു കൗമാണ് റബ്ബെ. അത് കാസിം ഉസ്താദിന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ കാസിമിനെ ഞങ്ങൾ മറന്നല്ലോ. അങ്ങനെ പറഞ്ഞു ഒരാൾ എനിക്ക് ഫോൺ ചെയ്യാം, അപ്പൊ അള്ളാനെ മറന്ന മാതിരിയാണല്ലോ. എടാ ജക്ക് എത്ര വലിപ്പുണ്ടല്ലോടാ, ജക്ക് എനിക്ക് അള്ളാനെ വിടും. ജക്ക് ആരടാ? റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വലിപ്പത്തിൽ എന്താ? അല്ലാഹ്. കാളിയുടെ മകനായി ഇല്ലെങ്കിൽ ശാപ്പക്കുറ്റി ഞാൻ ചൂടാക്കിയെന്ന് പറയും ചിലപ്പോ. അങ്ങാടിയിൽ വരുത്താൻ അങ്ങാടി തല്ലുണ്ടാക്കുക. അപ്പൊ പഴയ നമ്മളെ കാളിയുടെ മകനാ, കാളിയർ മരിച്ചും പോകും. അപ്പൊ നമ്മളവിടെ മദ്യം പറയാൻ ചെല്ലും. നമ്മളെന്താണ് പറയാ? എടാ ജാ ഞങ്ങളെ മഹമൂലിയുടെ മകനായി പോയി, ഇല്ലെങ്കിൽ ഇതിനൊക്കെ പണി എൻ്റെ അണ്ണിയാം ശരിയാക്കും. അതിനർത്ഥം എന്താ? മഹമൂലിയെ നിങ്ങൾ മറന്നോ? അതിനെ പറയാൻ പറ്റും. മഹമൂലിയെ മറക്കാത്തോണ്ടല്ലേ മഹമൂലിയെ കുട്ടിയാണ്. നമ്മളെ കാളിയുടെ മകന തൊടലിട്ടാ തള്ളാണ്ട് ഈ വീട്ടികള്. ഇന്നലെ ഒരുത്തൻ എനിക്ക് ഫോൺ ചെയ്യാം, നിങ്ങൾ അള്ളാനെ പറ്റ മറന്നു. ഇതൊക്കെ എത്ര വലിപ്പുണ്ട് കടയങ്ങൾ. റസൂലുള്ളാഹിന്റെ വലിപ്പം റസൂലായതല്ല. റസൂൽ ദൂതനല്ലേ. നാട്ടിലൊക്കെ ദൂതന്മാർ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഖത്തറിനും ഇസ്രായേലിന്റെ ഇടയിൽ ദൂതന്മാരാണ്. ഈ ദൂതന്റെ ഭാഷാപരമായി എന്ത് പറയും? റസൂൽ എന്നറിയാലോ. റസൂൽ ഖത്തർ, റസൂൽ ഇസ്രായേൽ, അങ്ങനെയൊക്കെ പറയാലോ. ഇത് റസൂലല്ല, റസൂലുള്ളാഹിയാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ എന്നെ പഠിപ്പിക്കരുത്. അതിന് മാത്രം ഞാൻ വലിയ ആളായിട്ട് പറയല്ല. പക്ഷെ ഞാനത് 100 വട്ടം ആലോചിക്കാതെ പറയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹിൻ്റെ വലുപ്പത്തിലാണ്. ഞാൻ 100 വട്ടം നിങ്ങളോട് പറയും, ഇത് അള്ളാഹിൻ്റെ വലുപ്പത്തിലാണ്. ആര്? റസൂൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അക്ബരിയത്തിന് ആരിലൂടെ മനസ്സിലാക്കണം? നബിയിലൂടെ മനസ്സിലാക്കണം. റസൂല, അള്ളാഹിൻ്റെ റസൂലാണ്. അപ്പൊ നമ്മളെ ലാഭത്തിൽ നിന്ന് കാണണ്ട. അതിന്റെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ
അപ്പോ ഹൗദുൽ കൗസർ കാണണ്ട, അത് എന്തോ അറിഞ്ഞൂടെ ദ്വാരക്ക, പക്ഷെ അതിന്റെ അപ്പുറത്താണ് എന്ത് റസൂലുള്ളാഹ്. ഒരു ദോഷിയായ അടിമയെ പറ്റിയ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട്, ഒരു ദോഷിയായ അടിമ, പക്ഷെ അള്ളാഹിന് ഇഷ്ടം ദോഷിയ, അള്ളാഹ് വലിയ ഇഷ്ടം. അപ്പൊ അള്ളാഹിന്റെ അടുത്ത് എന്ന് അള്ളാഹ് ഇവനെ ചോദിച്ചു, ഹദീസ, നിനക്ക് ഞാൻ എന്താ വിധിക്കേണ്ടത്? എന്ത് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്, ചിന്റെ റബ്ബല്ലേ. അപ്പൊ ഞാൻ നരകം വിധിക്കുകയാണെങ്കിലോ? ഇഷ്ടമാണ് പഠിച്ചോനെ, എന്നാ നിനക്ക് നരകം വിധിച്ചു. നരകം വിധിച്ചു എന്ന് കേട്ടതോടുകൂടി ഇയാൾ നരകത്തിലേക്ക് പോയിട്ട് നരകത്തിലേക്കാണ് ചാടി. ഫഹമദത്തിന്നാർ, ആ ഭാഗത്തെ നരകം തന്നെ കെട്ടുപോയി. എന്തുകൊണ്ട്? ഇയാൾ ആരാ? റാദിയാണ്. ആരില്? നരകമൊക്കെ വിഷയം തന്നെയല്ല. അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹിനെ പ്രേമിച്ചല്ല, അയാൾ അള്ളാഹിനെ പ്രേമിച്ചാണ്. അയാൾക്ക് ഇഷ്ടം ആരാണ്? ജിന്റെ റബ്ബാണ്. എന്ത് വെച്ചാൽ എനിക്ക് ഇഷ്ടം. നരകം വിധിക്കുക, എന്നാ നരകം വിധിക്കാം. വിധിച്ചോ റബ്ബേ, എനിക്ക് തന്നെയാണ് ഇഷ്ടം, ഞാൻ നരകം വിധിച്ചു. നരകം വിധിച്ചു എന്ന് കേൾക്കുമ്പോഴത്തിന് അയാൾ ജഹന്നം, നരകഭാഗത്തേക്ക് ഓടിയിട്ട് ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റച്ചാട്ടം ഫഹമദത്തിന്നാറു, അപ്പോൾ ആ ഭാഗത്തെ തീ കെട്ടുപോയി. പിന്നെ ഇയാൾ ആരാ? അല്ലാഹു റാദിയാണ്. ഇയാൾ നരകത്തിനെ പഠിച്ചാളല്ല, ഇയാൾ ആരെ പഠിച്ചാളാണ്? അല്ല. പിന്നെ മനുഷ്യന് അല്ലേ, മനുഷ്യനാവുമ്പോ സ്വാഭാവികമായും ആ മണ്ണിന് പല ഷഹവാത്തുണ്ടാവും. അപ്പൊ കള്ളുടിച്ചൊക്കെ ഉണ്ടാവാം. അതൊക്കെ അവന്റെ ഷഹവാത്താണ്. പക്ഷെ ആരിട്ടാണ്? അള്ളാഹു ഇട്ടാണ്. ചില ആളുകളുണ്ടല്ലോ അങ്ങാടിയിൽ, എന്നോട് ഒരാൾ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൗദിന് ചാണകം കലക്കുന്ന പറഞ്ഞ കുറച്ച് ആളുകൾ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ജമാഅത്ത് മുടങ്ങി. മോലിയർ നാട്ടുക്കും പോയി. ജമാഅത്തിന് വരുന്ന മൊല്ലമാരും മറ്റേ നേതാക്കന്മാര് മുണ്ടാസ് കിട്ടിയ ഉമറാക്കളൊന്നും കൊണ്ട് വന്നതുമില്ല. അവർക്ക് 10 മുന്നിലുണ്ടല്ലോ, എന്ത് പേടി കിട്ടിയാല് ജമാഅത്തിനുണ്ടോ. അപ്പൊ അങ്ങാടിയിലെ പോട്ടർമാരുണ്ട്, ഓര് നേരെ പള്ളിയേക്കണം. ഓര് ലോഡിങ് തൊഴിലൊക്കെ നിർത്തി. അങ്ങനെ അവര് ചാണകം കലക്കാണെങ്കിൽ ഒന്ന് കാണണം. ഞങ്ങളെ മയ്യത്തെടുത്തിട്ടേ ചാണകം കലക്കുള്ളൂ, വരുന്നോലും വരി. ഓല് പള്ളിന്റെ സൈഡിൽ വെച്ച് നിന്ന് അങ്ങനെ കൂടി. ഒരാഴ്ച പോലെ നടന്നിട്ടും ആരും കണക്കാൻ വന്നില്ല. അപ്പോല് പോയി, ഓല് വന്നിട്ടില്ല. ഓലടാ ആൺകുട്ടികള്, ഓല കൽബിൽ ആരുണ്ട്? അള്ളാണ്ട്. അള്ളാന്റെ വീടാണ്, കുതിരകളി നടക്കൂല. മതിയാവും ഞങ്ങായി, മതിയാവൂ. അവസാനിപ്പിക്കാണ്. തല കൊടുത്ത് ചിന്തിക്കണം. റസൂലിൽ ഫനാ ആകലാണ്. അപ്പോഴാണ് ഖുർആനിൽ പറഞ്ഞ റസൂലാവുക. എന്ത്? അന്നബി. അത് മറക്കന്നെ ചെയ്യരുത്. അത് നമ്മൾ ആ ആയത്ത് സുന്നികൾ മറന്നിട്ടുണ്ട്. പറയണ പഴം മുഴുവനും ഷഫായത്തിന്റെ മഹത്വം ഇതൊക്കെ ഇല്ല എന്നല്ല. നീ ഷഫായത്തിന് റഹ്മത്തുള്ള നിശ്ചയിച്ചു എന്ന് പറയണ്ട, അതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇതിന്റെ ലാഭമല്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? റസൂലുള്ള അതിന്റെ ഒക്കെ അപ്പുറത്താണ്. നമ്മളെല്ലാവരും അള്ളാഹു തആല നരകത്തിൽക്കാണ് ഇട്ടു. എന്നാലും റസൂൽ തന്നെയല്ലേ, അള്ളാഹ് അല്ലേ. അവിടെ ചെന്നപ്പോ അള്ളാഹ് പറഞ്ഞ എന്ത്? സ്വർഗത്തിന് ചെറിയൊരു മിനുക്ക് പണിയുണ്ട്. കുറെ കാലായില്ലേ പഠിച്ചിട്ട്, അതുകൊണ്ട് ചെറിയ മിനുക്ക് പണിയുണ്ട്. നിങ്ങൾ കുറച്ചു കാലം പിന്നെ ഏതായാലും കുറെ കുതിര വിട്ടതല്ലേ, ഞാൻ കുറച്ചു കാലം നരകത്തിൽ കിടന്നു. അപ്പൊ നമ്മൾ പറയോ? നമ്മൾ പറയുന്ന ചോദ്യമല്ല കേട്ടോ. മുഅ്മിനീങ്ങൾ എന്ത് പറയോ? അത് ശരിയുണ്ടോ പഠിച്ചോനെ എന്ന് പറയോ? ആയിക്കോട്ടെ, ഞങ്ങൾ ഇച്ച് പറഞ്ഞു കൊടുത്തൊക്കെ പോകും. അള്ളാഹുവിനെ റസൂലിനെ കാണായാൽ സ്വർഗത്തിൽ കിടന്ന് മോമിനിങ്ങൾ അട്ടഹസിക്കും. റബ്ബന ആഖിരിജ്ന, സ്വർഗത്തിൽ നിന്ന് പുറത്താക്ക്, ഹത്താ നറാക്ക്, ഞങ്ങൾക്ക് നിന്നെ കാണണം. ഓൽക്ക് അവിടെ പിന്നെ മന്തിയല്ല ആവശ്യം. ഓൽക്ക് അവിടെ എവിടെ പോകുക? നിന്നെ കാണാൻ പറ്റിയ നരകത്തിലാണെങ്കിൽ നരകത്തിലേക്ക് ഞങ്ങൾക്ക് നരകം വിഷയമല്ല, അങ്ങനെ നിന്നെ കാണണം. അവരാണ് റബ്ബിൽ ഫനായവര്, അവരാണ് റസൂൽ ഫനായവര്. നമ്മളവിടെ ചെന്നോക്കാൻ ഭയങ്കര തിരക്കാണ്. ഹൗദുൽ കൗസറിന്റെ അവിടെ പെരും തിരക്കാണ്. നമ്മൾ ഈ മൗലൂദൊക്കെ രാവും പകലും 364 ദിവസം മങ്കൂസൊക്കെ ഓതി ചെന്നതാ. അവിടെ നോക്കുമ്പോ ഭയങ്കര തിരക്കാണ്. അപ്പൊ നമ്മൾ അപ്പുറത്തെ അവറാനോട് എന്ത് പറയും? കാര്യമൊന്നുമില്ല. നമ്മളപ്പുറത്തെ പാറക്കല്ലിമ്മൽ അങ്ങനെ മുണ്ടും പിരിച്ചിങ്ങനെ കുത്തിരുന്നാട് എന്ത് പറയാ? നമ്മൾ ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ല. നമ്മൾ വരുമ്പോഴൊക്കെ കിട്ടുന്നത് വിചാരിച്ചിന്. ഇപ്പൊ നബി നമ്മളെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കും. ഞാൻ എല്ലാ ദിവസവും 1000 വട്ടം സലാം പറയാതെ കടന്നുറങ്ങിയിട്ടില്ല. അപ്പം നബിക്ക് നമ്മളെ മുഖത്തേക്ക് നോട്ടം തന്നെയില്ല. എനിക്ക് തീരെ ഹൗദുൽ കൗസർ തന്നില്ല, എന്നാലോ നബി നബിയല്ലേ. സ്വർഗം തന്നില്ല, നബി നബിയല്ലേ. മനസ്സിലായില്ലേ? അതന്നെ മനസ്സിലായോ? അതാണ് ഖുസൂസിയത്തിൽ നിന്ന് നബിയെ വായിച്ചാൽ ഈമാൻ നാഖിസായി പോകും.
ബശരിയത്തിലേക്ക് പോയാൽ കുഫറുമായി പോകും. ബശരിയത്തിൽ നബിയെ കണ്ടാൽ കാഫിറാവും, ഉള്ളു കാഫിറാവും. ഖുസൂസിയത്തിലേക്ക് നബി തേടിപ്പോയാൽ അത് ഈമാൻ നാക്കിസായി പോകും. അതുകൊണ്ടാണ് സ്വന്തം നഫ്സിനെക്കാൾ കമാലിയത്ത് ഒഴിവാക്കിയത്. ഇപ്പോഴും ഈമാൻ പൂർത്തിയായിട്ടില്ല, ആരോട് മടിയില്ലാതെ പറഞ്ഞു. അപ്പൊ എന്നിൽ ഫനാ ആകണം, അതായത് എന്നെ ഈസാർ ചെയ്യണം, എന്തിനേക്കാൾ? നിന്നെക്കാൾ. അപ്പോൾ നീ കാമിലായ മുഅ്മിനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയാൻ പോലും റസൂലുള്ളാഹിക്ക് മടിയില്ല. ആ രണ്ടാള് അപ്പോൾ സിദ്ദീഖിയായി ആര്? ഉമർ ഇബ്നുൽ ഖത്താബും. അപ്പൊ നിന്റെ ബാധ്യത എന്താണ്? നിസ്കാരം നോമ്പുമല്ല. പക്ഷെ രണ്ടാമത്തെ കാര്യം, എന്റെ അവസാനത്തെ ബാധ്യത ആരാകലാണ്? സിദ്ദീഖിയാകലാണ്. ഷഹീദിന് മൂന്നാമത്തെ പദവിയേ ഉള്ളൂ. ഷഹീദ് മരിച്ചു, കത്തി ഒരാൾ അർത്തു, എന്നാലും അവന് മൂന്നാമത്തെ പദവിയുള്ളൂ. ആർക്ക്? ഷഹീദിന് സ്വർഗം കിട്ടും, പക്ഷേ കമാലിയത്ത് ഉണ്ടാവില്ല. എന്നോട് സിദ്ദീഖിയായാലേ കമാലിയത്ത് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ല. ഷഹീദ് രണ്ടാൾ ഷഹീദാകാം, സിദ്ദീഖിനും ഷഹീദാകാം, സിദ്ദീഖി അല്ലാത്ത ആൾക്കും ഷഹീദാകാം. മനസ്സിലായില്ല? സിദ്ദീഖിന് ഷഹീദ് ആവേണ്ട ആവശ്യമില്ല, നീ സാവും ചെയ്യാം. മനസ്സിലായോ? സിദ്ദീഖ് ആരിൽ ഫനാ ആണ്? നബിയിൽ ഫനാ ആണ്. ഷഹീദോ? ഷഹീദ് അവസാനം നബിയിൽ ഫനായി, നബിക്ക് വേണ്ടിയാണ് മരിച്ചു, നബിന്റെ ദീനിന് വേണ്ടി മരിച്ചു. അപ്പൊ ഒരു സെക്കൻഡിൽ ഫനാ ആയി. അപ്പൊ ഷഹീദിന്റെ പദവി വലിയ പദവി തന്നെ. പക്ഷെ ആരടുത്തെത്തൂല? സിദ്ദീഖ് ഓരോ സെക്കൻഡിന് നബിയിൽ ഫനാ. അവിടെ അവനാ കാര്യമില്ല തന്നെ, അവനാ കാര്യമില്ല. മനസ്സിലായി? ഷഹീദ് മൂന്നാമത്തെ ഭാഗത്തേക്ക് തള്ളപ്പെട്ടു. എന്തുകൊണ്ട്? ഷഹീദ് അള്ളാഹ്ക്ക് വേണ്ടി മരിച്ചു, ശരിയാണ്. പക്ഷെ ജീവിതം മുഴുവനും ഒരുപക്ഷെ നമ്മളെപ്പോലെ തന്നെ ഔദുൽ കൗസർ കിട്ടണം എന്ന് വിചാരിച്ച് നടന്നിട്ടുണ്ടാവും. കിട്ടണം വിചാരിക്കൽ തെറ്റല്ല. അതിലൂടെ നബിയെ വായിക്കുക. നമുക്ക് ഔദുൽ കൗസർ തരുന്ന നബിയല്ലേ, ഔദുൽ കൗസർ ഇനി തരുന്നില്ല. എന്നാലെന്താ നിങ്ങൾക്ക് പറഞ്ഞ ഔദുൽ കൗസർ ഇനി ഇല്ല, ഉണ്ടാവില്ല. കുറച്ചു കാലത്ത് ഇനി ഔദുൽ കൗസർ നിർത്തിക്കണം. എന്നാലെന്താ ഔദുൽ കൗസർ നബിയില്ലടാ ഔദുൽ കൗസർ. മനസ്സിലായില്ല? യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം, റഹീഖും മഖ്തൂമിൽ നിന്ന് അവരെ കുടിപ്പിക്കപ്പെടും ശുദ്ധമായ കള്ള്. ഏതാ സൂറത്ത്? വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലേ? മനസ്സിലായില്ലേ പറഞ്ഞത്? യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം, റഹീഖും മഖ്തൂമിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടും. റഹീഖും മഖ്തൂം റസൂലുള്ളാഹി, ശുദ്ധമായ മദ്യം അങ്ങോട്ട് കുടിക്കും. നബിയെ വെച്ചാണ് കുടിക്കും. ഇവിടുന്ന് കുടിച്ചാൽ അവിടെയും കുടിക്കും, ഇവിടെ നബിയെ കുടിച്ചാൽ അവിടെ നമുക്ക് നബിയെ കുടിക്കാം. ആ നബിയെ കുടിക്കുക. അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ ഫാത്തിമാവി എനിക്ക് വലിയ ആളാണ്, ഫാത്തിമാന്റെ മക്കൾ വലിയ ആളാണ്, അലി റളിയല്ലാഹു വലിയ ആളാണ്, ഹുസൈൻ റളിയല്ലാഹു വലിയ ആളാണ്. വലിയ ആളാണ് തന്നെ ആണ്, അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ആളുകൾ നമ്മൾ ഷിയാക്കളെ ആയിക്കോട്ടെ, എങ്ങനെ ഓൻ്റെ വാപ്പ നമ്മളെ റേഷൻ കാർഡ് ഉണ്ടാക്കിയ നിങ്ങൾക്ക് ആർക്കൊക്കെ എന്നെ ചെയ്യാന്ന് വിളിച്ചോളൂ ഞങ്ങന്മാരെ. ഞാൻ അലി ഇബ്നു അബീ ത്വാലിബിനെ വലിയ ഇഷ്ടമുള്ള ആളാണ്. എന്തുകൊണ്ട്? അൻത അഖീ ഫി ദുനിയ വൽ ആഖിറ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അലിയല്ലേ പ്രശ്നം, റസൂലാണ്. അന്നളുറു ഇലാ വജ്ഹി അലിയിൻ ഇബാദ, അലിയുടെ മുഖത്തേക്കൊക്കെ ഇബാദത്താണ് എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞുകൊണ്ട് എനിക്കത് വലിയ ആൾ തന്നെയാണ്. എനിക്ക് വലിയ ആൾ തന്നെയാണ്. ഞാൻ 2025 ഇൻഷാ അല്ലാഹ് അലിയാരുടെ അടുത്ത് പോകും. 2024 ഫെബ്രുവരി പോയിട്ടുണ്ട്, ജനുവരി പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? വലിയ ആളെന്നെ. അൻത അഖീ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ അഖാണ് ആര്? താങ്കൾ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വലിയ ആൾ തന്നെയാണ്, നമുക്കത് വലിയ ആളാണ്. നമ്മളൊരു സയ്യിദിനെ കൈ പിടിച്ച് മുട്ടുമ്പോൾ നമ്മൾ ആരെ കാണുന്നത്? റസൂലുള്ളാഹിനെ. അല്ലാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അപ്പം നമുക്ക് മിക്കവാറും നമ്മളെ സ്ഥാനാർത്ഥിയാക്കും. അതല്ല, സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നമ്മളെ പേരും കൂടി കൊടുക്കാൻ വേണ്ടിയല്ല തങ്ങളെ കൈ പിടിച്ച് കുത്തിയത്. അങ്ങനെ പിടിച്ചു കുത്തിയാൽ ജന്തല്ലാത്തവനാണ്. ഈ നബീൽ ഫന ഇവരൊന്നല്ല, ആരൊക്കാണ്? സുൽത്താൻ. അപ്പൊ ബഷറിലൂടെ നബിയെ മനസ്സിലാക്കിയാൽ അത് കുഫറാണ്. എന്നാൽ ഖുസൂസിയത്തിലൂടെ നബിയെ മനസ്സിലാക്കിയാൽ അത് നാഖിസാണ്, അത് ഈമാൻ നാഖിസാകലാണ്. അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് ആര്? റസൂൽ ആരാണ് നമുക്കറിയില്ല. ഖലീഫത്തുല്ലാഹ്, അള്ളാഹിന്റെ ഖലീഫയാണ്. ഒരാൾ ഒരാൾ റസൂലിന്റെ കൈ പിടിച്ചാൽ ആരെ കൈ പിടിച്ചു എന്ന് ഞാൻ ഈ കിതാബിൽ നിന്ന് ഇബ്നു അജീബ തങ്ങളെ കിതാബ് മണിയായി ഞാൻ ഉദ്ധരിച്ചു. അങ്ങനെ ഉണ്ടോന്ന് ചോദിക്കണ്ട, അങ്ങനെയാണ്. മിൻ ഗൈരി തഫാവുത്തിൻ ബൈനഹുമാ, അതിനിടയിൽ ഒരു വ്യത്യാസമല്ല.
മനസ്സിലായില്ലേ? അപ്പോൾ റമളാൻ മുഹമ്മദിയയിലെ 2ാമത്തെ ക്ലാസ് ഇത് അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു പക്ഷേ ഒരു ക്ലാസ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ റമളാനിൽ വീണ്ടും ക്ലാസ് ഉണ്ടാവും. റമളാനുൽ മുഹമ്മദിയ, റബീഉൽ മുഹമ്മദിയ 2 ക്ലാസ് ഉണ്ടായി. അതിനൊക്കെ കാരണം ഇതിന് സമാനമായ ഒരുപാട് ക്ലാസ്സുകൾ ഈ കൊല്ലം റബീഉൽ അവ്വലിൽ തന്നെ നടന്നിട്ടുണ്ട്. കരുവാങ്കൊല്ലിൽ അന്നൂറുൽ മുഹമ്മദി എന്ന 3 ദിവസത്തെ പ്രഭാഷണം ഉണ്ടായി. പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള പ്രഭാഷണങ്ങൾ ദീവാനിനെ വിശദീകരിക്കുന്നിടത്തുണ്ടായി. അതുകൊണ്ടാണ് ഈ ക്യാപ്ഷനിൽ പ്രഭാഷണങ്ങൾ കൂടെ ഇല്ലാതെയായത്. ഇൻഷാ അള്ളാഹു സഹായിച്ചാൽ റമളാനിൽ വീണ്ടും റമളാനുൽ മുഹമ്മദിയ നമുക്ക് പറയണം. അള്ളാഹിൻ്റെ ഹബീബിൽ ഫന ആയാൽ നമുക്ക് അള്ളാഹുൽ ഫന ആൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ജീവിതത്തിൽ സദുദ്ദേശത്തോടെ ഏർപ്പെട്ടിട്ടുള്ള 4 പ്രധാന കാര്യങ്ങളുടെയും ഒടുക്കം നന്നാകാൻ ദുആ ചെയ്യണം. ഇതെല്ലാം ഖൈറാക്കി കൊടുക്കണമേ റബ്ബേ. മകളുടെ പ്രസവം എളുപ്പമാവാൻ ആക്കി കൊടുക്കണമേ റബ്ബേ. ആഖിബത്ത് നന്നാക്കി കൊടുക്കണമേ റബ്ബേ. പ്രത്യേകം ദുആ ചെയ്യാൻ ആയിഷ അരക്കണവറിന് വേണ്ടി അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. ഹലാലായ ജോലിക്ക് തൗഫീഖ് കൊടുക്കണമേ റബ്ബേ. ഒരു സഹോദരി കുട്ടികളെ ഭക്ഷണത്തിലേക്ക് 100 രൂപ അവർ ഹലാലായ ഉദ്ദേശങ്ങൾ സാധിപ്പിക്കണമേ റബ്ബേ. സ്വഭാവം നന്നാക്കി കൊടുക്കണമേ റബ്ബേ. പ്രത്യേകം ദുആ ചെയ്യാൻ ഒരാൾ 200 രൂപ, ഒരാൾ 500 രൂപ, എല്ലാം നീ കബൂലാക്കി കൊടുക്കണമേ റബ്ബേ. ദാറുൽ ഖുർആനിലെ വിദ്യാർത്ഥിയുടെ ബന്ധുവായ 37 വയസ്സുള്ള സഹോദരി സുഖമില്ല, സംസാരിക്കാൻ കഴിയില്ല. ഈ അടുത്തായി കോണിപ്പടിയിൽ നിന്ന് വീണു. എല്ലാം ഷിഫയാക്കി കൊടുത്ത് ഖൈറും റഹ്മത്തും റാഹത്തും തുറന്നു തരണമേ റബ്ബേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. എന്താണ് പറഞ്ഞത്? ദുആ ചെയ്യ് വേണ്ടി ദുആ ചെയ്യ്. തൗഫീഖ് നൽകണമേ അല്ലാഹ്. അമ്മച്ചിക്കും ആപ്പച്ചിക്കും മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. 2 കാര്യം പ്രധാനമായി പറയാനുള്ളത്. ഒന്ന്, 313ാമത്തെ ക്ലാസ്സിൽ എല്ലാവരും ആളുകളെ കൂട്ടി വരണം. അതിന് വേണ്ടതെല്ലാം ചെയ്യും. വലിയ പൈസ ചെലവുള്ള ഒരു 4,500 ആളുകൾക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും. ഇവിടെ വരുന്ന കഴിക്കൽ മാത്രമല്ല, വീടുകളിലൊക്കെ ഭക്ഷണം എത്തിക്കണം. ഓരോരുത്തർ കീസിൽ നിന്ന് ഒരു 5 ആൾ 6 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തേക്കും. അതെല്ലാവർക്കും ഓരോ 10 ആൾക്കും കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കണം. എന്തുകൊണ്ട്? അതൊക്കെ പ്രത്യേകമായി ഒരു 11 അസ്മാഉൽ ഹുസ്ന ചൊല്ലി തീർത്ത് ബഹുമാനപ്പെട്ട സ്വലാത്തു താജ് ചൊല്ലി ഒരു മങ്കൂസ് മൗലിദ് ഓതിയിട്ടേ അരി അടുപ്പത്തിട്ടുള്ളൂ. ആ ഭക്ഷണം ഒരാളെ വായിലെത്തിയാൽ അയാളെ കൽബിൽ ഈമാൻ ഉണ്ടാവണം. ഇത് അള്ളാഹുവിൻ്റെ 313 എന്ന മുർസലീങ്ങളുടെ അദദിലുള്ള ക്ലാസ്സാണ്. അപ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് വരെ ഇടപെടും ഇൻഷാ അള്ളാഹ്. അപ്പോൾ അതിനുവേണ്ടി വലിയ പൈസ ചിലവുണ്ട്. പൈസ 1 ലക്ഷം തരാൻ കഴിയുന്നവർ അങ്ങനെ തരണം, 50,000 തരാൻ കഴിയുന്നു അങ്ങനെ തരണം. വേറെയും കുറേ അത്യാവശ്യങ്ങൾ വേറെയും ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിഗണിക്കണം. വലിയ ആവശ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മളെല്ലാവരും അതിന് സഹകരിക്കണം. 1 ലക്ഷം നേർച്ചയാക്കാൻ കഴിയുന്നവർ 1 ലക്ഷം നേർച്ചയാക്കണം. ഒരു സഹോദരൻ ഇന്ന് ഗൾഫിൽ നിന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു, ആ പരിപാടിയിലേക്ക് ഞാൻ 2 ലക്ഷം ഉറുപ്പിക അയച്ചു തരാമെന്ന്. ഒരു സഹോദരൻ ഇന്ന് രാവിലെ സുബഹിക്ക് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉംറ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഉസ്താദിൻ്റെയൊക്കെ മെസ്സേജ് കേൾക്കാൻ നേരം വൈകിപ്പോയി. ഞാൻ ഉംറ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുക്കണമേ റബ്ബേ. ആ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുക്കണമേ റബ്ബേ. എല്ലാ പ്രശ്നവും തീർത്തു കൊടുക്കണമേ റബ്ബേ. അതിനുവേണ്ടി വരാൻ എനിക്ക് ചില പ്രയാസങ്ങളുണ്ട്. പക്ഷേ 2 ലക്ഷം ഉറുപ്പിക പരിപാടി ആവുന്നതിന് മുമ്പ് ഞാൻ എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ദാറുൽ ഖുർആനിലെ ബിൽഡിംഗ് ഉണ്ടാക്കിയതൊക്കെ ചില കടങ്ങളും മറ്റൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാ ക്ലാസ് കൊണ്ട് തീരണം. 313 ആണ് കഴിയുമ്പോൾ 1 ഉറുപ്പിൻ്റെ കടം ദാറുൽ ഖുർആനിൽ ഉണ്ടാക്കരുത്. അത് ഭംഗിയായി പോകണം. ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കാൻ റമളാൻ വരെയെങ്കിലും പൈസ ഇവിടെ ബാക്കിയാകണം. പല ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ പറയുന്ന കുട്ടികൾ ഇവിടെ ബാക്കിയാകണം. ഇതൊക്കെ എൻ്റെ ഉദ്ദേശമാണ്. അപ്പോൾ 1 ലക്ഷം തരാൻ കഴിയുന്നവർ 1 ലക്ഷം ഉറുപ്പിക തരണം. 50,000 തരും 50,000 ഉറുപ്പിക തരണം. 25,000 കഴിയുമോ അത് തന്നിരിക്കണം. ദാറുൽ ഖുർആൻ അള്ളാഹ് ക്ലാസിൻ്റെ പേരിൽ 313 എന്നതിൽ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. അതിൽ നമ്മൾ കാണുന്നവരും കാണാത്തവരുമായ ലക്ഷോപലക്ഷം മഹാന്മാർ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ദാറുൽ ഖുർആനെ സഹായിക്കണം, അതിന് പ്രചരിപ്പിക്കണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കുവൈത്തിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു സഹോദരൻ തൻ്റെ നാവിന് ഒരു പ്രയാസം വന്നു. ദുആ ചികിത്സയിലാണ്. അള്ളാഹു ഷിഫ കൊടുക്കണമേ റബ്ബേ. ദാറുൽ ഖുർആൻ്റെ വലിയ സഹായിയാണ്. ഷിഫ കൊടുക്കണമേ റബ്ബേ. ഷിഫ കൊടുക്കണമേ റബ്ബേ. ഷിഫ കൊടുക്കണമേ റബ്ബേ. ഷിഫ കൊടുക്കണമേ റബ്ബേ. ദാറുൽ ഖുർആൻ്റെ വലിയ സഹായിയാണ്. ഷിഫ കൊടുക്കണമേ റബ്ബേ. ഷിഫ കൊടുക്കണമേ റബ്ബേ. ഷിഫ കൊടുക്കണമേ റബ്ബേ. ദാറുൽ ഖുർആൻ്റെ വലിയ സഹായിയാണ്.
വലിയ സഹായിയാണ്. അള്ളാഹു യശീഫ കൊടുക്കണമേ റബ്ബേ, ആമീൻ. അതേപോലെ പല ആളുകളും കർണാടകത്തിൽ നിന്നാണ് ഇന്നലെ രാത്രി ഇവിടെ വന്ന് താമസിച്ചാണ്. ഇമ്രാൻ അദ്ദേഹം കർണാടകത്തെ ചില പ്രയാസങ്ങളും, എളാപ്പ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി. സ്ഥിരമായി കർണാടകത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മംഗലാപുരത്ത് വണ്ടി ഇറങ്ങിയാൽ 1.5 മണിക്കൂർ യാത്രയാണ്. അവിടുന്നാണ് ഈ ക്ലാസ്സിന് ഇടക്കിടക്ക് വരുന്നത്. ഇമ്രാൻ ഈ ക്ലാസ്സിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ്. അള്ളാഹു തആല അവരുടെ എല്ലാ പ്രയാസവും നീക്കി കൊടുക്കണമേ റബ്ബേ. മരിച്ചുപോയ എളാപ്പാക്ക് മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. കുടുംബത്തിലെ സകല പ്രശ്നങ്ങളെയും ഇതോടുകൂടെ തീർത്തു കൊടുക്കണമേ റബ്ബേ. എല്ലാ പ്രശ്നവും 313 തീർത്തു കൊടുക്കണമേ റബ്ബേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മിസ്രിയ അക്കാദമിയിലെ ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളെ സ്ഥാപനത്തിലേക്കാണ് ഈ പിരിവ്. എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തരും, എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തരും, എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തരും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരും, ഉണ്ടെങ്കിൽ